ഇതാണ് ആ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജസിന് ഒരു ഫിഗറാണ് ലാർവൽ സ്റ്റേജ് ഓഫ് സിസ്റ്റോഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൈക്ലോഫില്ലീഡിയൻ ആൻഡ് സ്യൂഡോഫില്ലീഡിയൻ വെച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്ട. സൈക്ലോഫില്ലീഡിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ യു സെസ്റ്റോഡാണ്, ട്രൂ സെസ്റ്റോഡാണ്. അതുപോലെ സ്യൂഡോഫില്ലീഡിയൻ പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത് സ്യൂഡോഫില്ലിയൻ എന്ന് വെച്ചിരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ ഫോൾസ് സെസ്റ്റോഡ് അല്ലെങ്കിൽ കോട്ടിലോഡൻസിനെയാണ് സ്യൂഡോഫില്ലേഡിയ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ടോട്ടലി ഇത് ചില പോർഷൻസിൽ നമ്മൾ സെസ്റ്റോഡായിട്ട് തന്നെയാണ് പറയുന്നത്, പക്ഷേ സെസ്റ്റോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നത്. പക്ഷേ ആക്ച്വലി സെസ്റ്റോഡിനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഇത് കോട്ടിലോഡ അല്ല സ്യൂഡോഫില്ലീഡിയ എന്ന് പറയുന്നത് അതർ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ്ഗ് വരും. എഗ്ഗിൽ നിന്നാണ് നമ്മുടെ എംബ്രിയോ വരുന്നത്. ഓങ്കോസ്പിയർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഹെക്സാഗാൻ എംബ്രിയോ ഓർക്കുന്നുണ്ടോ? ഹെക്സാഗാൻ, അതായത് ഹെക്സാ എന്ന് ഉദ്ദേശിക്കുന്നത് 6 ഹൂക്സ് ഉള്ളതുകൊണ്ടാണ് ഹെക്സാഗാൻ എംബ്രിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൂക്സ് അത്ര വിസിബിൾ അല്ല. അപ്പം 6 ഹൂക്സ് ഉള്ള ഹെക്സാഗാൻ എംബ്രിയോ അല്ലെങ്കിൽ ഓങ്കോസ്പിയർ ഉണ്ടാവും. അതാണ് ഡിഫറെൻറ്റ് ലാർവൽ സ്റ്റേജ് ആയിട്ട് മാറുന്നത്. ഓരോ ലാർവൽ സ്റ്റേജ് ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ സിസ്റ്റി സർക്കസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ബ്ലാഡർ, ഏകദേശം ബ്ലാഡർ ഉള്ള സ്റ്റേജസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ടോട്ടലി നമ്മൾ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജിന് നമ്മൾ എന്തുകൂടെ പറയുക? ബ്ലാഡർ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് അല്ലെങ്കിൽ ലാർവൽ സ്റ്റേജിന് നമ്മൾ ബ്ലാഡർ വേംസ് എന്നും കൂടെ പറയാം. ഇപ്പോൾ വേറെ വേം എന്നല്ലാത്ത അതിൻ്റെ ലാർവൽ സ്റ്റേജാണ്. സിസ്റ്റോഡിൻ്റെ തന്നെ ലാർവൽ സ്റ്റേജിനാണ് നമ്മൾ, അതായത് ഇൻഫെക്റ്റീവ് സ്റ്റേജിനാണ് അല്ലെങ്കിൽ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ്. ഇതൊക്കെ ഒരേ സെയിം മീനിങ് ആണ്. ചിലപ്പോൾ നമ്മൾ പല കണ്ടസ്റ്റിലും പലതായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരും. ഇതൊക്കെ സെയിം ആണ്. ബ്ലാഡർ വേംസ് എന്ന് പറയുന്നതും മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് എന്ന് പറയുന്നതും സെസ്റ്റോഡിൻ്റെ ലാർവൽ സ്റ്റേജ് എന്ന് പറയുന്നതും എല്ലാം സെയിം ആണ്. അപ്പം എഗ്ഗിൽ നിന്ന് ഓൺഗോസ്പിയർ, അതായത് ആ എംബ്രിയോ ആയി പിന്നെയാണ് ഓരോ സിസ്റ്റോഡ് മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് ആണ്. സിസ്റ്റി സർക്കസ് ഉണ്ട്, സിസ്റ്റി സർക്കോയിഡ് ഉണ്ട്, സെന്യൂറസ് ഉണ്ട്. ദിസ് ഈസ് നത്തിങ് ബട്ട് ഹൈഡാറ്റിഡ് സിസ്റ്റ്. ഹൈഡാറ്റിഡ് സിസ്റ്റ് ആണ്. ഓക്കെ. പിന്നെ ഇത് കോട്ടിലേഡയുടെ സ്റ്റേജസ് ആണ്. കോട്ടിലേഡയുടെ ഇതുപോലെ പോലെ എഗ് ഉണ്ട്. കോട്ടിലേഡത്തെ അതുപോലെ കോട്ടിലേഡയുടെ എംബ്രിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോട്ടിലേഡയുടെ എംബ്രിയോ ആണ് എന്ത് പറയുക? കൊറാസീഡിയ എന്ന് പറയുന്നത്. സിലിയ കണ്ട് ഈ പുറത്ത് കാണുന്ന ഈ മൂവിങ് സ്ട്രക്ചേഴ്സ് ആണ് സിലിയ എന്ന് പറയുന്നത്. നമ്മുടെ പാരമീസിയത്തിലൊക്കെ ഉള്ള പോലെ മൂവിങ്, അതിൻ്റെ മൊട്ടൈൽ സ്ട്രക്ചേഴ്സ് ആണ് സിലിയ. അപ്പം കൊറാസീഡിയം ഒരു സിലിയേറ്റഡ് എംബ്രിയോ ആണ്. നമ്മുടെ കോട്ടിൽ അങ്ങനെയൊക്കെ ചോദിക്കാം, കോട്ടിലിടയിൽ കാണുന്ന സിലിയേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോയുടെ പേരെന്ത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കൊറാസീഡിയം. എന്നിട്ട് അതിൻ്റെ 2 ലൈഫ് സൈക്കിൾ, 2 ഇൻ്റർമീഡിയറ്റ്, 2 ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഒന്ന് പ്രോസർക്കോയിഡ് ഉണ്ട്, ഒന്ന് പ്ലീറോസർക്കോയിഡ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അടുത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാർവൽ സ്റ്റേജ്. അപ്പം കോട്ടിലയുടെ 3 ലാർവൽ സ്റ്റേജ് ആണ്. അല്ല, ഇത് എംബ്രിയോ ആണ്. ലാർവൽ സ്റ്റേജ് പ്രോസർക്കോയിഡും പ്ലൂറോസർക്കോയിഡും ആണ്. പിന്നെ അത് അഡൽട്ട് സെസ്റ്റോഡായിട്ട് മാറും. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇതിൻ്റെ എംബ്രിയോ, സെസ്റ്റോഡിൻ്റെ എംബ്രിയോ എന്ന് പറയുന്നത് ഹെക്സാഗാൻ എംബ്രിയോ അല്ലെങ്കിൽ ഓൺഗോസ്പിയർ എന്ന് പറയും. കോട്ടിലയുടെ എംബ്രിയോ പറയുന്നത് കൊറാസീഡിയം എന്നാണ്. അത് സിലിയേറ്റഡ് ആണ്. ഇതിന് സിലിയില്ല. ഓക്കെ. സോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ആ ഒരു ജനറൽ ലൈഫ് സൈക്കിളാണ് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരെ പറഞ്ഞ അഡൽട്ട് സെസ്റ്റോഡ് കാണുന്ന ഓർഗാനിസം ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ഡൈപ്പില്ലീഡിയം കനീനം എന്ന് പറഞ്ഞാൽ ഡോഗ്സിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു സെസ്റ്റോഡ് അല്ലെങ്കിൽ ടേപ്പ് ഫോം ആണ്. അപ്പോൾ ഡൈപ്പില്ലീഡിയം കനീനം ഒരു ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയതുകൊണ്ട് അതിന് ഡെഫിനിറ്റീവ് ഹോസ്റ്റിൽ എന്താണ് കാണുന്നത് പറഞ്ഞാൽ അഡൽട്ട് സെസ്റ്റോഡ് ആയിരിക്കും കാണുന്ന. ഡെഫിനിറ്റീവ് ഹോസ്റ്റിൽ അഡൽട്ടും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ ലാർവ ഏതാണ് എന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റിൽ നമുക്കിപ്പം കയ്യിൽ, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോഗ് ഉണ്ട്. അതായത് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഡോഗിൽ ഡൈപ്പില്ലീഡിയം കനീനത്തിൻ്റെ അഡൽട്ട് ഫോം ഉണ്ട്. അവർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അത് എപ്പോഴാണോ ഇത് വിസർജനം നടക്കുമ്പോൾ അതിൻ്റെ ഫീസസിൽ കൂടെ ഗ്രാവിഡ് സെഗ്മെൻറ്റ്സും എഗ്ഗും പുറത്തു വരും. അതെന്ത് ചെയ്യും? അത് പുറത്തോട്ട് റിലീസ് ചെയ്യും. ഈ പറയുന്ന ഫീസസിൻ്റെ കൂടെ ഗ്രാവിഡ് സെഗ്മെൻറ്റും എഗ്ഗും റിലീസ് ചെയ്യും. ഓക്കെ. അപ്പം അത് എന്ത് ചെയ്യും? ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് അത് ഇൻജസ്റ്റ് ചെയ്യും. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇവിടെ കുറേ ആക്ച്വലി മെറ്റാസിസ്റ്റോഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഡോഗ് ഫ്ലീ ആണ് മെയിനായിട്ട്. ആക്ച്വലി there are 2 or 3 intermediate hosts for ഡൈപ്പില്ലീഡിയം കനീനം. ഡൈപ്പില്ലീഡിയം കനീനത്തിൽ കുറേ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ട്. എന്നാലും മെയിനായിട്ട് പറയുന്നത് ഡോഗ് ഫ്ലീ ആണ്. ടീനോസെഫാലിഡ്സ് കാനിസ് എന്ന് പറയുന്ന ഡോഗ് ഫ്ലീ ആണ് ഡൈപ്പില്ലീഡിയം കനീനത്തിൻ്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പം അത് ഉള്ള മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ്, അത് ഡോഗ് ഫ്ലീയിൽ കാണുന്ന സ്റ്റേജ് എന്നത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ എപ്പോഴും എന്തായിരിക്കും? മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് അല്ലെങ്കിൽ ലാർവൽ സ്റ്റേജ് ആണ് കാണുന്നത്. ആ ലാർവൽ സ്റ്റേജ് ആണ് സിസ്റ്റി സർക്കോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഡെഫിനിറ്റീവ് ഹോസ്റ്റിൽ അതിൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റിൽ ഡൈപ്പില്ലീഡിയം
മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് ആയ സിസ്റ്റി സർക്കോയിഡ് കാണും. അതുകൊണ്ടാണ് ഇത് ഇൻഡയറക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ലൈഫ് സൈക്കിൾ ബിക്കോസ് ഒരു വെക്ടർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനകത്ത് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഡോഗ് ഫ്ലീയിൽ ഈ പറയുന്ന ഡോഗ് ഫ്ലീ എന്ത് ചെയ്യും, ഇതിനകത്തുനിന്ന് ഈ ഫീസസി വന്നിരുന്നിട്ട് അതിനകത്തുനിന്ന് എഗ്ഗിൽ നിന്നുള്ള മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് അല്ലെങ്കിൽ സിസ്റ്റി സർക്കോയിഡ് കിട്ടും. അതെന്ത് ചെയ്യും, ദാറ്റ് വിൽ ബി ഇൻജസ്റ്റഡ് ഓർ ടേക്കൺ ബൈ ദി ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. മെയിൻലി ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ അകത്തോട്ട് എടുക്കുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വായിലോട്ട് കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഡോഗ് ഫ്ലീനെ തന്നെ ഈ ഫ്ലീയെ തന്നെ ഡോഗ്സ് കഴിക്കും. അപ്പം അങ്ങനെ അത് കഴിക്കുന്നതിലൂടെ എന്ത് ചെയ്യും, ഫ്ലീയുടെ കൂടെ തന്നെ ആ മെറ്റാസിസ്റ്റോഡോ ലാർവൽ സ്റ്റേജും അകത്ത് കയറും. അങ്ങനെ അകത്ത് ചെന്നിട്ട് ഡോഗിൻ്റെ ബോഡിയുടെ അകത്ത് ചെന്നിട്ട് ഈ മെറ്റാസിസ്റ്റോഡോ ലാർവൽ സ്റ്റേജ് അഡൽട്ടായിട്ട് മാറും. ഓക്കെ, അതിൻ്റെ കോൺസിക്വൻ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ കൂടുതലായിട്ട് അസുഖങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കൂടുതൽ മോർഫോളജിയും അതുപോലെ തന്നെ എങ്ങനെയാണ് ഓരോ പാരസൈറ്റ്സിനെ കണ്ടുപിടിക്കുക, ഫീക്കൽ സാമ്പിൾ, യൂറിൻ സാമ്പിൾ, ബാക്കിയുള്ള സാമ്പിൾസിലും അതുപോലെ പോസ്റ്റ്മോർട്ടം ടെക്നിക്സിനൊക്കെ എങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതും സ്പെസിഫിക് ഡിസീസ് ഉണ്ട്. എന്നാൽ ഡിസീസിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ദർ ആർ എൻ നമ്പർ ഓഫ് പാരസൈറ്റ്സ്. എല്ലാത്തിൻ്റെയും ഡിസീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പോർഷൻസോ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ലൈഫ് സൈക്കിൾ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം ആ ലൈഫ് സൈക്കിൾ ഞാൻ ജനറൽ പറഞ്ഞതിൻ്റെ ഡൈപ്പിലീഡിയം കനൈനത്തിൻ്റെ ലൈഫ് സൈക്കിൾ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് തന്നെ എന്താ ഇവിടെയാണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഡോഗും ആകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാറ്റാകാം. മെയിനായിട്ട് ഡൈപ്പിലീഡിയം കനൈനും ഡോഗ്സിൻ്റെ ആണ്. ഒക്കേഷണലി ക്യാറ്റ്സിനും ഇത് അസുഖം വരാം. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെപ്പോഴാണോ വിസർജിക്കുന്നത്, അവരെ ഫീക്കൽ സാമ്പിൾ വോയിഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗ്രാവിഡ് പ്രോക്ലോഡിഡ്സ് പാസ്ഡ് ഇൻടാക്ട് ഇൻ ദ ഫീസസ് ഓർ എമർജ് ഫ്രം പെരീനിയൽ റീജിയൻ ഓഫ് എയ്തർ ആനിമൽ ഓർ ഹ്യൂമൻ ഹോസ്റ്റ്. ഒക്കേഷണലി ഹ്യൂമൻസിനും കിട്ടാം കേട്ടോ. ഈ അതായത് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സിനോട് അടുത്ത് വരുന്ന ഹ്യൂമൻസിനും എന്ത് ചെയ്യാം, ഈ ഡോഗ് ഫ്ലീ അല്ലെങ്കിൽ ക്യാറ്റ് ഫ്ലീ കയറിയിട്ട് അത് എങ്ങനെയായാലും ഇൻജസ്റ്റ് വല്ലതും ചെയ്ത് ഹ്യൂമൻസിനും ഈ അസുഖം വരാം. പക്ഷേ കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഡോഗ്സിനെ തന്നെയാണ്. അപ്പോൾ ഡോഗ്സിൻ്റെ ഫീസസിൽ കൂടെ എന്ത് പാസ് ചെയ്തു, ഗ്രേവിഡ് സെഗ്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ അതിൻ്റെ എഗ്ഗ് വന്നു. ഈ ഡോഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഡൈപ്പിലീഡിയം കനൈനം വന്ന ഡോഗ്സിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഇതാണ് ഏനൽ പ്രൂറൈറ്റിസ് എന്ന് പറയുന്നത്. ഏനൽ പ്രൂറൈറ്റിസ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ഇച്ചിങ് സെൻസേഷൻ ആണ്. അതായത് ഇതിൻ്റെ ഏനസ് പാർട്ടി കൂടാണ്, അല്ലെങ്കിൽ റെക്ടം പാർട്ടി ബാക്കിൽ പിൻഭാഗത്തു കൂടാണ് ഈ പറയുന്ന ഗ്രേവിഡ് സെഗ്മെന്റ്സ് കൂടെയുള്ള എഗ്ഗ് പുറത്തു പോകുന്നത്. ആ പുറത്തു പോകുന്ന സമയത്ത് അതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടായിരിക്കും പുറത്തു പോകുന്നത്. അപ്പോൾ ആ സ്ക്രോൾ ചെയ്ത് വരുന്നതുകൊണ്ട് ഇതിന് എന്ത് വരും, അവിടെ ഭയങ്കര ഇൻറ്റൻസ് ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാകും. ഓക്കെ, അപ്പം ഈ ഡോഗ്സിന് ഭയങ്കര ചൊറിച്ചിലുണ്ടാകുന്നത് ഇതിൻ്റെ ഏനൽ പാർട്ട് അല്ലെങ്കിൽ ബാക്ക് പാർട്ട് ഭയങ്കര ചൊറിച്ചിലുണ്ടാകുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡ്രാഗിങ് ദ ഏനൽ പാർട്ട് ടു സംവെയർ. ഒരു ഹാർഡ് ഒബ്ജക്ട്സിൽ, അതായത് വോളിലോ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഒബ്ജക്ട്സിൽ പോയിട്ട് ഇത് അതിൻ്റെ ബാക്ക് ഭാഗം ഉരയ്ക്കും. കാരണം ചൊറിച്ചിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഏനൽ പ്രൂറൈറ്റിസ്. അത് ആ പാരസൈറ്റിൻ്റെ ആ ട്രാക്റ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ്, ട്രാവൽ ചെയ്ത് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരുന്നതുകൊണ്ടാണ് അവിടെ ചൊറിച്ചിൽ വരുന്നത്. അതിനാണ് ഏനൽ പ്രൂറൈറ്റിസ് എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ബാക്ക് ഭാഗം ചെന്നിട്ട് മതിലോ എവിടെയെങ്കിലും ഹാർഡ് ഒബ്ജക്ട്സിൽ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി അത് ഉരയ്ക്കും. ഓക്കെ, സോ അതിൻ്റെ ഗ്രാവിഡ് പ്രോക്ലോഡിഡോ എഗ്ഗ് റിലീസ് ആയി ഇനി എന്ത് ചെയ്യും, നമ്മുടെ ലാർവേ ഓഫ് ദി ടിപ്പിക്കൽ ഫ്ലീ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇൻജെക്ട്സ് ദി എഗ് പാക്കറ്റ്സ്, ഓൺഗോസ്പിയേഴ്സ് ഹാച്ച് ആൻഡ് ഡെവലപ്പ് ഇൻടു സിസ്റ്റി സർക്കോയിഡ്. അപ്പം ഈ ഫ്ലീ ഉണ്ടല്ലോ, ഇത് ഇൻജസ്റ്റ് ചെയ്യും, ഈ പറയുന്ന എഗ് ഇൻജസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് എഗ്ഗാണ് എന്ത് ചെയ്യുന്നത്, ഓൺഗോസ്പിയറിലെ ഹെക്സാകാന്ത് എംബ്രിയോ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗിൽ നിന്ന് ഉണ്ടാകുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലീ ലാർവേ എന്ത് ചെയ്യും, അഡൽട്ട് ഫ്ലീ ആയിട്ട് മെച്ചുർ ചെയ്യും. അവർ ഈ പറയുന്ന സിസ്റ്റി സർക്കോയിഡ്, ഇതിൻ്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ലാർവൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിസ്റ്റി സർക്കോയിഡ് ആണ്, ഇൻ സ്പെസിഫിക് ടു ഡൈപ്പിലീഡിയം കനൈനം. എന്നിട്ട് പിന്നെ അത് ഫ്ലീയുടെ ശരീരത്തിൽ സിസ്റ്റി സർക്കോയിഡ് കാണും, ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റി സർക്കോയിഡ് കാണും. സിസ്റ്റി സർക്കോയിഡ് അടങ്ങിയ ഫ്ലീ എപ്പോഴാണോ ഡോഗ് ഇൻജസ്റ്റ് ചെയ്യുന്നത്, ഡെഫിനറ്റീവ് ഹോസ്റ്റ് ഈസ് ഇൻഫെക്റ്റഡ് ബൈ ഇൻജസ്റ്റിംഗ് ഫ്ലീസ് കണ്ടെയ്ൻ സിസ്റ്റി സർക്കോയിഡ്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഫ്ലീസ് ആണ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് പറയുന്നത്. അപ്പം സിസ്റ്റി സർക്കോയിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലാർവൽ സ്റ്റേജിൽ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജാണ്. അപ്പം മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് സിസ്റ്റി സർക്കോയിഡ് ഉള്ള ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനെ കഴിക്കുന്ന വഴിയാണ് ആർക്ക്, ഡോഗ്സിന് ഈ അസുഖം കിട്ടുക. ഒക്കേഷണലി ഹ്യൂമൻസിൽ ഇൻസിഡൻ്റൽ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇൻസിഡൻ്റൽ ആയിട്ട്, അതായത് നോർമലി ഇതിൻ്റെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് ആണ്. ബട്ട് ഹ്യൂമൻസിന് സംടൈംസ് ഹ്യൂമൻസ് ആക്ട് ആസ് ഇൻസിഡൻ്റൽ ഹോസ്റ്റ്. ഓക്കെ, ഇനി കോമൺ എക്സാമ്പിൾസ് ആണ് നമ്മുടെ വെറ്റിനറിയിൽ കൂടുതലായിട്ട് കാണുന്ന ടേപ്പ് വോംസ് ആണ്. മൊണീഷ്യ സ്പീഷീസ് റൊമിനൻ ടൈപ്പ് വോം ആണ്. അതായത് കൂടെ നമ്മൾ ഈ ക്യാറ്റിലിൻ്റെ അല്ലെങ്കിൽ കാഫ് കൊച്ച്
കന്നുകുട്ടിയുടെയൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഷീപ്പ് ആൻഡ് ഗോട്ടിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ടേപ്പ് വോമാണ് മൊണീഷ്യ എന്ന് പറയുന്നത്. നമ്മൾ ടേപ്പ് വോം പഠിക്കുമ്പോൾ ഒന്നെങ്കിലും നമ്മൾ അഡൽട്ട്സ് വെച്ച് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഒന്നെങ്കിൽ നമ്മൾ അഡൽട്ട് ആയിട്ടുള്ള ടേപ്പ് വോമിനെ നാടുവരെയെല്ലാം നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് നമുക്ക് അതിൻ്റെ എഗ്ഗ് ഈ പറഞ്ഞ പോലെ എഗ്ഗിനും ചിലതിനൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ആയിരിക്കും. അപ്പം ഒന്ന് ക്യാരക്ടർ ഷേപ്പ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ പാരസൈറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ മൊണീഷ്യനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊണീഷ്യ സ്പീഷീസിന് ക്യാരക്ടറിസ്റ്റിക് ട്രയാങ്കുലർ ഷേപ്പ് ഉണ്ട്. ട്രയാങ്കുലർ ഷേപ്ഡ് എഗ്ഗാണ്. പൈറിഫോം അപ്പാരറ്റസ് ഒക്കെ ഉള്ള ട്രയാങ്കുലർ ഷേപ്ഡ് എഗ് ആയിരിക്കും മൊണീഷ്യക്ക് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഐഡന്റിഫിക്കേഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ ചില ഇമ്പോർട്ടൻറ്റ് പാരസൈറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ അഡൽറ്റിൻ്റെ ഷേപ്പ് വെച്ചിട്ടോ അല്ല ക്യാരക്ടറിസ്റ്റിക് എഗ്ഗിന് കുറേ എഗ്സ് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക് ഷേപ്പുള്ള എഗ്ഗ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അത് മൊണീഷ്യ എന്ന് പറയുന്ന റുമിനൻ ടേപ്പ് വോം ആണ്. അത് റുമിനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷീപ്പ് ആൻഡ് ഗോട്ട് അല്ലെങ്കിൽ സ്മോൾ റുമിനൻ, ഷീപ്പ് ആൻഡ് ഗോട്ട് അല്ലെങ്കിൽ ലാർജ് റുമിനൻ്റ് ആയിട്ടുള്ള പശുവോ പോത്തോ എരുമ അവരെയൊക്കെ കാണും. അടുത്ത് വരുന്നത് ഡോഗ് ടേപ്പ് വോം ആണ്. എക്കൈനോകോക്കസ് ഗ്രാനുലോസസ്. എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് എന്ന് പറയുന്നത് അതിൻ്റെ ലാർവൽ സ്റ്റേജ് ഹൈഡാറ്റിസിസ്റ്റ് ആണ്. ഇത് പുതിയ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ്. അപ്പോൾ നമ്മൾ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് പഠിച്ചപ്പം സിസ്റ്റി സർക്കസ് പഠിച്ചു, സിസ്റ്റി സർക്കോയിഡ്. അതുപോലെ തന്നെ ഒരു മെറ്റാസിസ്റ്റോഡ് ലാർവൽ സ്റ്റേജ് ആണ് ഹൈഡാറ്റിസിസ്റ്റിന്. അപ്പോൾ എക്കൈനോകോക്കസ് ഗ്രാനുലോസസ് എന്ന് പറയുന്നത് ഡോഗ് ടൈപ്പ് ഫോം, ഡെവിൾ കാണുന്ന ടൈപ്പ് ഫോമാണ്. അതിൻ്റെ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹൈഡാറ്റിസിസ്റ്റ്. ലാർവൽ സ്റ്റേജ് അല്ലെങ്കിൽ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ് രണ്ടും സെയിം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ബ്ലാഡർ വോംസ് എന്ന് പറയും. ഇനി ടീനിയാസോളിയം നമ്മൾ മൂന്നാമത്തെ വട്ടമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോർക്ക് ടൈപ്പ് ഫോം എന്നാണ് പറഞ്ഞത്. ടീനിയാസോളിയം ഈസ് നോൺ ആസ് പോർക്ക് ടൈപ്പ് ഫോം. ദിസ് വിൽ ബി കോസിങ് മീസ്ലി പോർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ പിഗ് നമ്മൾ പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള പോർക്ക് മീറ്റ് വാങ്ങി കഴിക്കുമ്പോൾ ഓൾറെഡി എന്താ പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള പോർക്ക് മീറ്റ്, ഇപ്പം ടീനിയ ഇൻഫെക്റ്റ് ചെയ്ത പോർക്ക് ആണെങ്കിൽ അതിനകത്ത് എന്ത് കാണും? അതിനകത്ത് അതിൻ്റെ ലാർവൽ സ്റ്റേജ് കാണും. ടീനിയയുടെ ലാർവൽ സ്റ്റേജ് എന്ന് വെച്ചാൽ സിസ്റ്റി സർക്കസ് ആണ്. സ്പെസിഫിക്കലി സിസ്റ്റി സർക്കസ് സെല്ലുലോസയാണ്. സിസ്റ്റി സർക്കസ് സെല്ലുലോസ അതിനകത്ത് കാണും, ആ പിഗിൻ്റെ ബോഡിയിൽ കാണും. സോ പിഗ് വിൽ ബി ആക്ടിങ് ആസ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഫോർ ദി ടീനിയാസോളിയം. എന്നിട്ട് മനുഷ്യനാണ് അതിന് ഡെഫിനറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അൺകുക്ക്ഡ് ആയിട്ടുള്ള പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള ടീനിയാസോളിയത്തിൻ്റെ മെറ്റാസിസ്റ്റോഡ്സ് ലാർവ അടങ്ങിയ മീറ്റ് കഴിക്കുമ്പോൾ വരുന്ന അസുഖമാണ് മീസ്ലി പോർക്ക് എന്ന് പറയുന്നത്. കുറേ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സും അങ്ങനെ പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളുണ്ടാവും. സോ ദാറ്റ് ഈസ് മീസ്ലി പോർക്ക്, ടീനിയാസോളിയം. ഇനി ടീനിയ സജിനേറ്റ എന്ന് പറയുന്നത് ബീഫ് ടൈപ്പ് ഫോം ആണ്. അതുപോലെ പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള ഇത് കഴിക്കാത്തതുകൊണ്ട്, ബീഫ് കഴിക്കാത്തതുകൊണ്ട്, അൺകുക്ക്ഡ് ആയിട്ടുള്ള ബീഫ് കഴിക്കുന്നതുകൊണ്ട് വരുന്ന മീസ്ലി ബീഫ് എന്ന് പറയുന്ന അസുഖം. അത് കോസ് ചെയ്യുന്നത് വേറൊരു ടീനിയ ഫാമിലിയിലുള്ള വേറെ ഒരു സ്പീഷീസ് ആണ് ടീനിയ സജിനേറ്റയുടെ മെറ്റാസിസ്റ്റോഡ്സ്. ഇത് രണ്ടിൻ്റെ മെറ്റാസിസ്റ്റോഡ്സ് ആയിട്ട് സിസ്റ്റി സർക്കസ് ആണ്. ആക്ച്വലി ഡിഫറൻസ് ഉണ്ട്. ടീനിയാസോളിയത്തിൻ്റെ സിസ്റ്റി സർക്കസ് സെല്ലുലോസയാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പോകേണ്ട ആവശ്യമില്ല. എന്നാലും സിസ്റ്റി സർക്കസ് ബോവിസ് ആണ്. ഓക്കെ, രണ്ടും ഡിഫറെൻറ്റ് മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ്. അപ്പം നിങ്ങൾ പറഞ്ഞു ഓരോന്നിനും ഡിഫറെൻറ്റ് മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ്. സെയിമോ ആകാം ചില സമയത്ത്. ഓക്കെ, ഡൈപ്പിലിഡം കാനത്തിന് സിസ്റ്റി സർക്കോയിഡ് ആണ്. എക്കൈനോകോക്കസിന് ഹൈഡാറ്റിസിസ്റ്റ് ആണ്. ടീനിയാസോളിയത്തിന് സിസ്റ്റി സർക്കസ് സെല്ലുലോസയാണ്. ടീനിയ സജിനേറ്റിക് സിസ്റ്റി സർക്കസ് ബോവിസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഡവീനിയ പ്രൊഗ്ലോട്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡവീനിയ പ്രൊഗ്ലോട്ടിനെ റെലിറ്റിനെ ടെട്രഗോണ, ഇത് രണ്ടും പോൾട്രി സെസ്റ്റോഡ്സ് ആണ്. ബേർഡ്സിൽ കാണുന്നില്ല. അപ്പോൾ നമ്മൾ വെറ്റിനറി പാരസൈറ്റോളജി പഠിക്കുമ്പോൾ പോൾട്രി സെസ്റ്റോഡ്സ് സെപ്പറേറ്റ് പഠിക്കും. കാരണം പോൾട്രിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ പാരസൈറ്റിക് ഡിസീസ്, അതായത് വേംസ് കൂടുതൽ വരാറുണ്ട്. വേംസ്. ഓക്കെ, ഡവീനിയ പ്രൊഗ്ലോട്ടിന എന്ന് പറയുന്നത് നമ്മുടെ പോൾട്രിയുടെ ഡാർക്ക് ടൈപ്പും, അതിൻ്റെ സൈസ് ഭയങ്കര ചെറുതായിരിക്കും. അല്ലെങ്കിൽ ഡബിൾ പോൾ ടൈപ്പും ഓഫ് പോൾട്രി എന്ന് പറയും. ഇത് തന്നെയാണ് ഏറ്റവും മോസ്റ്റ് പത്തോജനിക് പോൾട്രി ടൈപ്പ് ഫോം എന്ന് വെച്ചാൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ചിക്കനിലെ ടൈപ്പ് ഫോമാണ്, സെസ്റ്റോഡാണ് ഡവീനിയ പ്രൊഗ്ലോട്ടിന എന്ന് പറയുന്നത്. മോസ്റ്റ് പത്തോജനിക് പോൾട്രി ടൈപ്പ് ഫോം. ഓക്കെ, മോസ്റ്റ് പത്തോജനിക് പോൾട്രി ടൈപ്പ് ഡവീനിയ. അതുപോലെ തന്നെ റൈലറ്റിന ടെട്രഗോണ എന്ന് പറയുന്നത് ചിക്കനിൽ കാണുന്ന വേറൊരു സ്പീഷീസ് ആണ്. ഇതാണ് പോൾട്രിയിൽ കാണുന്ന ലാർജസ്റ്റ് സ്പീഷീസ് ഓഫ് സെസ്റ്റോഡ്, റൈലറ്റിന ടെട്രഗോണ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പോൾട്രി കാണുന്നതാണ്. അപ്പം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ ഇപ്പം ഒരു പേര് പഠിച്ചു, ഇപ്പം ഈ ഷോർട്ട് പീരീഡിൽ എല്ലാ പാരസൈറ്റ്സിൻ്റെ പേര് പഠിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പീഷീസ് തന്നാൽ അത് ഏത് സ്പീഷീസ് ആയാലും കൂടെ, ഇപ്പോൾ ഒരു പാരസൈറ്റ് തന്നാൽ അത് ഏത് സ്പീഷീസിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ മിനിമം അറിഞ്ഞിരിക്കുന്നില്ല. അപ്പം അതായത് റൈലറ്റിനിയ ഡവീനിയ എന്ന് പറയുന്നത് പോൾട്രി ടേപ്പ് ഫോംസ് ആണ്.
ഇപ്പോൾ ഈ ടീനിയ സജിനേറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ ടീനിയ സോളിയം വരുന്ന പിഗ് ഫോമാണ്. അത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് പിഗ് ആണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് അറിയുക എന്നുള്ളത് അതാണ് ബേസിക് കാര്യങ്ങൾ. ഒരു പാരസൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അറിയുന്ന ക്ലാസിഫിക്കേഷൻ അറിയാം. അത് സെസ്റ്റോഡാണോ, ട്രമറ്റോഡാണോ, നെമറ്റോഡാണോ, പിന്നെ അതിൻ്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്താണ്, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്താണ്, ഇനി എന്തെങ്കിലും സ്പെസിഫിക്കലി എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ അതെന്താണ്, ഇനി ക്യാരക്ടറിസ്റ്റിക് എന്തെങ്കിലും എഗ്ഗിന് ഷേപ്പ് ഉണ്ടോ അതെന്താണ്, ഇതൊക്കെയാണ് കുറച്ച് ഈ ഒരു പോർഷനിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫുള്ളായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ കോട്ടിലോഡ ഓർ സ്യൂഡോസിസ്റ്റോഡ, ഇത് നമ്മൾ ആദ്യം സെസ്റ്റോഡ് പഠിച്ചപ്പം സെസ്റ്റോഡിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സാധനമാണ് കോട്ടിലോഡ അല്ലെങ്കിൽ സ്യൂഡോസിസ്റ്റോഡ എന്ന് പറയുന്നത്. ഇതിൽ സെസ്റ്റോഡുമായിട്ട് ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉള്ളു. ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ സെസ്റ്റോഡിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ സക്കേഴ്സ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ സ്കോളക്സിൽ ഹെഡിൽ സക്കേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ സക്കേഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബോത്രിയ എന്ന് പറയുന്ന ഒരു മസ്കുലാർ സ്ട്രക്ചറാണ്. മസ്കുലാർ ഗ്രൂ കുഴി പോലെ മസ്കുലാർ സ്ട്രക്ചറാണ് ഈ ഇതിൻ്റെ സ്കോളക്സിലുള്ള. കോട്ടിലോഡൽ സ്കോളക്സിൽ സക്കേഴ്സിന് പകരമുള്ള മസ്കുലാർ സ്ട്രക്ചർ. ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് സക്കേഴ്സിന് പകരം ഈ സ്യൂഡോസിസ്റ്റോഡ് അല്ലെങ്കിൽ കോട്ടിലേജൻസിൻ്റെ സ്കോളക്സിൽ കാണുന്ന മസ്കുലാർ ഗ്രൂവിന് പറയുന്ന പേരെന്താണ്? അത് ബോത്രിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സെഗ്മെൻറ്റ്സിൽ യൂട്രൈൻ പോർസ് ഉണ്ട്. അതായത് യൂട്രസ് വരുന്ന പോർസ് ആണ്, അത് എഗ് റിലീസ് ചെയ്യാനൊക്കെ എത്തുന്നത്. ഇൻ വിച്ച് ഓപ്പർക്കുലേറ്റ് എഗ്സ് ആർ ഡിസ്ചാർജ്. അപ്പോൾ എഗ് റിലീസ് ചെയ്യുന്ന ആ പാർട്ടാണ്. അതായത് നമ്മൾ നോർമലി സെസ്റ്റോഡ് നമ്മളിങ്ങനെ കണ്ടു, ഇങ്ങനെ സെഗ്മെന്റ്സ് ഉണ്ട്. പക്ഷേ ഇൻ അഡീഷൻ ടു ദിസ് ഇതിന് എന്താ ഉള്ളത്, സ്യൂഡോസിസ്റ്റോഡ്സിന് ഇങ്ങനെ ഓരോ സെഗ്മെന്റ്സിൽ യൂട്രൈൻ പോർസ് ഉണ്ട്, സുഷിരങ്ങളുണ്ട്. അതുവഴി എന്തിനാണ്? എക്സ് ആർ ഡിസ്ചാർജ്. അതിലൂടെ എക്സ് ഡിസ്ചാർജ്. അടുത്തൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ എഗ്ഗ്, നമ്മൾ എഗ്ഗ് ഒന്നും അപ്പോൾ അടുത്ത കുറച്ച് കൂടുതൽ അപ്പുറത്തെ സ്ലൈഡിലാണ് എഗ്ഗ്. നോർമലി സെസ്റ്റോഡിൻ്റെ എഗ്ഗിൽ, സ്യൂഡോസിസ്റ്റോഡിൻ്റെ എഗ്ഗിൽ ദർ ഇസ് അഡീഷണൽ തിങ് നോൺ ആസ് ഓപ്പർക്കുലം. ഓപ്പർക്കുലം ഇസ് നത്തിങ് ബട്ട് ഒരു മൗത്ത് പോലത്തെ ഒരു സാധനമാണ് ഓപ്പർക്കുലം എന്ന് പറയുന്നത്, അതിൻ്റെ ഓപ്പണിംഗ് പോലെ. അപ്പം സ്യൂഡോസിസ്റ്റോഡിൻ്റെ എഗ്ഗിൽ ഇങ്ങനെ ഒരു മൗത്ത് അല്ലെങ്കിൽ ഓപ്പർക്കുലം ഉണ്ടായിരിക്കും. പക്ഷേ സെസ്റ്റോഡിൽ ഈ ഓപ്പർക്കുലം ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 3 ബേസിക് ഡിഫറൻസ് ആണ് ഇതിനകത്തുള്ളത്. അതായത് ഒന്ന്, കോട്ടിലേഡേക്ക് സക്കേഴ്സ് ആബ്സെൻ്റ് ആണ്. സക്കേഴ്സിന് പകരമായിട്ട് കോട്ടിലേഡ് ബി ഹാവിങ് മസ്കുലാർ ഗ്രൂ ലൈക്ക് സ്ട്രക്ചർ. ബോത്രിയ എന്ന് പറയുന്ന മസ്കുലാർ ഗ്രൂ ലൈക്ക് സ്ട്രക്ചർ കാണും. പിന്നെ ഇതിൻ്റെ സെഗ്മെൻറ്റ്സിൽ അഡീഷൻ, മറ്റേ സെസ്റ്റോഡിൻ്റെ സെഗ്മെൻറ്റ്സിൽ യൂട്രൈൻ പോർസ് ഇല്ല. പക്ഷേ കോട്ടിലേഡ് സെഗ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ പ്രൊഗ്ലോട്ടിൽസിൽ അഡീഷണൽ ആയിട്ട് യൂട്രൈൻ പോർ ഉണ്ട്. യൂട്രൈൻ പോറിൽ കൂടെ ആയിരിക്കും എക്സ് റിലീസ് ചെയ്യുന്നത്. ഇനി എക്സ് ഏത് ടൈപ്പ് ഉള്ളതാണ്? ഓപ്പർക്കുലേറ്റഡ് എക്സ് ആണ്. ഓപ്പർക്കുലേറ്റഡ് എക്സ് അങ്ങനെ ചോദിക്കാം. സെസ്റ്റോഡ്സിന് ഓപ്പർക്കുലേറ്റഡ് എഗ് ഇല്ല. ഇനി നിങ്ങൾ ട്രമറ്റോഡ്സ്, ഇനി അടുത്ത ട്രമറ്റോഡ്സിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ട്രമറ്റോഡ്സ് വിൽ ബി ഹാവിങ് ഓപ്പർക്കുലേറ്റഡ് എക്സ്. ഓക്കെ, അപ്പോൾ അതും ചോദിക്കാം. തന്നിരിക്കുന്ന ഇതിൽ ഓപ്പർക്കുലേറ്റഡ് എക്സ് ആർക്കൊക്കെയാണുള്ളത്, ഓപ്പർക്കുലേറ്റഡ് എക്സ് ഇല്ലാത്ത ആരൊക്കെയാണ്, അപ്പോൾ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഡിഫറൻസ് കോട്ടിലേഡയും സെസ്റ്റോഡുമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ബേസിക് ഡിഫറൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ 3 ബേസിക് ഡിഫറൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി ലൈഫ് സൈക്കിൾ ഈസ് ഇൻഡയറക്റ്റ്. അത് നമ്മൾ പറഞ്ഞു, സെസ്റ്റോഡിന് എല്ലാത്തിനും ഇൻഡയറക്റ്റ് ആണ്. ബിക്കോസ് ദർ ഈസ് ഇൻവോൾവ്മെന്റ് ഓഫ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അവിടെ. 3 ലാർവൽ സ്റ്റേജസ് ആൻഡ് 2 ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ലാർവൽ സ്റ്റേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എംബ്രിയോ കൂടെ കൂട്ടിയിട്ടാണ് 3 എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ 2 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈഫ് സൈക്കിൾ സ്റ്റേജസ് വരുന്ന ഒന്ന് എഗ്ഗിന്ന് കൊറാസൈഡിയം വന്നു. കൊറാസൈഡിയം സിലിയേറ്റഡ് എംബ്രിയോ. അപ്പം നേരത്തെ ഞാൻ ആ ഫിഗർ കാണിച്ചതിൽ അടുത്ത ഒരു ഡിഫറൻസ് ആണ്. മറ്റേ സെസ്റ്റോഡിൻ്റെ എംബ്രിയോ, ഹെക്സാഗാൻ്റെ എംബ്രിയോ എന്ന് പറഞ്ഞ 6 ഹൂക്കുണ്ട്, അതിന് സിലിയ ഇല്ല, അത് മോട്ടയിലൊന്നുമല്ല. പക്ഷേ കോട്ടിലോയുടെ എംബ്രിയോ എന്ന് പറയുന്നത് കൊറാസീഡിയം സിലിയേറ്റഡ് എംബ്രിയോ ആണ്. അപ്പം നേരത്തെ പ്രീവിയസ് സ്ലൈഡിലുള്ള ഇതിൽ ഇമേജിൽ യു ക്യാൻ സീ ദ സിലിയേറ്റഡ് എംബ്രിയോ കാണാൻ പറ്റും. അത് കൊറാസീഡിയം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജാണ് പ്രോസർക്കോയിഡ് എന്ന് പറയുന്നത്. പ്രോസർക്കോയിഡും പ്ലീറോസർക്കോയിഡും 2 വേറെ സെക്കൻഡ് ആൻഡ് തേർഡ് ലാർവൽ ഫോംസ് ആണ് പ്രോസർക്കോയിഡും പ്ലീറോസർക്കോയിഡും. ആക്ച്വലി നമ്മൾ ലൈഫ് സൈക്കിൾ സ്റ്റേജ് 3 എന്ന് പറഞ്ഞാലും ഇതിലാണ് മാത്രമാണ് ലാർവ സ്റ്റേജ് ഉദ്ദേശിക്കുന്നത്. ഇത് എംബ്രിയോ ആണ്. എംബ്രിയോനെ നമ്മളൊരു ലാർവ സ്റ്റേജ് ആയിട്ട് അങ്ങനെ പറയാറില്ല. സോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ 2 ലാർവൽ സ്റ്റേജ് ഉണ്ട്. എംബ്രിയോ ഈസ് നോൺ ആസ് കൊറാസീഡിയം. എംബ്രിയോ കൊറാസീഡിയം ആണ്. അത് കഴിഞ്ഞ് വരുന്ന ലാർവൽ സ്റ്റേജ് ആണ് ഒന്ന് പ്രോസർക്കോയിഡും ഒന്ന് പ്ലീറോസർക്കോയിഡും. അപ്പോൾ ഈ 2 ലാർവൽ സ്റ്റേജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ് ലൈഫ് സൈക്കിളാണ്. അപ്പം പ്രോസർക്കോയിഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ലാർവൽ സ്റ്റേജ് ആണ്. അത് കാണുന്നത് സൈക്ലോപ്സിലാണ്. സൈക്ലോപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇങ്ങനെ ഈ വാട്ടറിലുള്ള ക്രസ്റ്റേഷ്യൻസ്, ഞണ്ടിൻ്റെ അവരൊക്കെ ഫാമിലി പെട്ടിട്ടുള്ള വെള്ളത്തിൽ കാണുന്ന ക്രസ്റ്റേഷ്യൻസിൻ്റെ ഫാമിലി പെട്ടിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അവരാണ് സൈക്ലോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസർക്കോയിഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാർവൽ സ്റ്റേജ് കാണുന്ന ആരിലായിരിക്കും? സൈക്ലോപ്സ് അല്ലെങ്കിൽ ക്രസ്റ്റേഷ്യൻസിലായിരിക്കും ഫസ്റ്റ്
ലാർവൽ സ്റ്റേജ് കാണുന്നത്. അതുകൊണ്ട് സൈക്ലോപ്സ് ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് സൈക്ലോപ്സ് ആണ്. അടുത്ത പ്ലൂറോസെർക്കോയിഡ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ലാർവെ അവർ കാണുന്നത് ഇതിനകത്താണ്, ഫ്രഷ് വാട്ടർ ഫിഷസിലാണ് കാണുന്നത്. ഫ്രഷ് വാട്ടർ ഫിഷിലാണ് സെക്കൻഡ് ഫ്രഷ് വാട്ടർ ഫിഷിലും അഡൽറ്റിലും കാണുന്ന ലാർവ സ്റ്റേജ് ആണ് പ്ലൂറോസെർക്കോയിഡ്. അപ്പോൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ്, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് മെയിനായിട്ട് മാനും ഡോഗ്സും ആണ്. അപ്പോൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റിന് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഓട്ടോമാറ്റിക്കലി ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനെ ഇൻജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയ പ്ലൂറോസെർക്കോയിഡ് സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയ ഫിഷിന്റെ ശരീരത്തിൽ ഓൾറെഡി സെക്കൻഡ് സ്റ്റേജ് ലാർവ അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് ഫോം പ്ലൂറോസെർക്കോയിഡ് ഉണ്ട്. അപ്പോൾ ആ പ്ലൂറോസെർക്കോയിഡ് അടങ്ങിയ ഫ്രഷ് വാട്ടർ ഫിഷ് ആണ് സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ആ സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനെ കഴിക്കുന്ന സമയത്താണ് മാൻ അല്ലെങ്കിൽ ഡോഗിന് ഈ പറയുന്ന അസുഖം കിട്ടുക. ഇതിന് അസുഖം കിട്ടുക കോട്ടിലോടെ. ഓക്കെ മാൻ ഓർ ഡോഗ് ഗെറ്റ്സ് ഇൻഫെക്ഷൻ ബൈ ഇൻജസ്റ്റിംഗ് ഇൻഫെക്റ്റഡ് ഫിഷസ് കണ്ടെയ്നിങ് ലാർവെ എയ്തർ റോ ഓർ വിത്തൗട്ട് പ്രോപ്പർ കുക്കിംഗ്. അതായത് ഡയറക്റ്റ് റോ ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ കുക്ക് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഇതൊക്കെ ഡിസ്ട്രോയ് ആയിപ്പോഴും അല്ലെങ്കിൽ ഡീജനറേറ്റ് ആയിപ്പോഴും. പക്ഷേ പ്രോപ്പർ കുക്ക് ചെയ്യാതെ കഴിച്ചാൽ ഡയറക്റ്റ് ഈ പ്ലൂറോസെർക്കോയിഡ് അല്ലെങ്കിൽ അഡൽറ്റ് കയറിയിട്ട് പിന്നെ ഡൈഫിലോബോത്രയം ലാറ്റം. ഡൈഫിലോബോത്രയം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ സെസ്റ്റോഡും ട്രമറ്റോഡും നെമറ്റോഡൊക്കെ കുറേ എക്സാമ്പിൾ പഠിക്കുന്നുണ്ടെങ്കിലും കോട്ടിലോടയിൽ ആകെ ഒരു വൺ ആൻഡ് ഓൺലി സിംഗിൾ എക്സാമ്പിളെ പഠിക്കുന്നുള്ളൂ, ഡൈഫിലോബോത്രയം ലാറ്റം. കോട്ടിലോടയ്ക്ക് അല്ലെങ്കിൽ സ്യൂഡോസിസ്റ്റോഡ് എക്സാമ്പിളായിട്ട് ഒരു സിംഗിൾ ഇതേ പഠിക്കുന്നുള്ളൂ. സോ അത് നമ്മൾ എന്തായാലും ഓർത്തിരിക്കണം, ഡൈഫിലോബോത്രിയം ലാറ്റം എന്നുള്ളത്. ഇതിനെ വിളിക്കുന്നത് ബ്രോഡ് ഫിഷ് ടൈപ്പ് ഫോം ഓഫ് മാൻ ആൻഡ് ഡോഗ് ആണ്. എൻ്റെ ഷേപ്പ് വെച്ചിട്ട് വന്ന ബ്രോഡ് ഫിഷ് ടൈപ്പ് ഫോം ഓഫ് മാൻ ആൻഡ് ഡോഗ്. അപ്പോൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത് ഹ്യൂമൻ ബീങ്സും ഡോഗ്സും ആണ്. ഓക്കെ, ഇത് മെയിനായിട്ട് നമുക്ക് അനീമിയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഹ്യൂമൻ ബീങ്സിൽ. പെർനീഷ്യസ് അനീമിയ എന്ന് പറയാം, അതായത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നുണ്ട്. സോ അപ്പോൾ കോട്ടിലയുടെയൊക്കെ ഒരു എക്സാമ്പിളായിട്ട് ഡൈഫിലോബോത്രിയം ലാറ്റം എന്തെങ്കിലും ഓർത്ത് വെക്കുക. സോ ഇതാണ് അതിൻ്റെ കോട്ടിലോയുടെ. ഞാൻ നേരത്തെയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കോട്ടിലോയുടെ സ്ട്രക്ചർ. അപ്പം ഇത് കണ്ടോ, ഇവിടെ ഒരു ഓപ്പർക്കുലം ഉണ്ട്. അത് എഗ്ഗ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മൗത്ത് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത്രത്തെ ക്ലിയർ അല്ല, എന്നാലും ഇവിടെ ഒരു മൗത്ത് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്, ഓപ്പർക്കുലം ഉണ്ട്. ഇത് സെസ്റ്റോഡിൻ കോട്ടിലോടൊക്കെ ഉണ്ട്, പക്ഷേ സെസ്റ്റോഡിനില്ല, ട്രമറ്റോഡിനും ഉണ്ട്. അപ്പോൾ ട്രമറ്റോഡ്സ് ആൻഡ് സ്യൂഡോസെസ്റ്റോഡ് ഹാവിങ് ഓപ്പർക്കുലം, പക്ഷേ സെസ്റ്റോഡ്സിന് ഓപ്പർക്കുലേറ്റഡ് എഗ്ഗ് ഇല്ല. പിന്നെ ആദ്യം ഫസ്റ്റ് കൊറാസിഡിയം, നേരത്തെ പറഞ്ഞ പോലെ സിലിയ ഉണ്ട്, കണ്ടോ, സിലിയേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോ ആണ്. സ്യൂഡോസിസ്റ്റോണിന്റെ സിലിയേറ്റഡ് എംബ്രിയോ ആണ് കൊറാസിഡിയ. നമ്മുടെ സെസ്റ്റോഡിന്റെ എന്തായിരുന്നു, ഹെക്സാഗാന്തോർ എംബ്രിയോ അല്ലെങ്കിൽ ഓൺഗോസ്പിയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ലാർവയാണ് പ്രോസെർക്കോയിഡ്. ഫസ്റ്റ് ലാർവ എവിടെ കാണുമെന്ന് പറഞ്ഞത് സൈക്ലോപ്സിൽ കാണും, ഫ്രഷ് വാട്ടർ ഈ ഓർഗാനിസംസിൽ. അത് കഴിഞ്ഞ് വരുന്ന സെക്കൻഡ് ലാർവയാണ് പ്രോസെർക്കോയിഡ്. പ്രോസെർക്കോയിഡ് ആരെ കാണും? പ്രോസെർക്കോയിഡ് മെയിനായിട്ട് കാണുന്നത് ഫ്രഷ് വാട്ടർ ഫിഷസിലാണ് കാണുന്നത്. ഓക്കെ, ഫ്രഷ് വാട്ടർ ഫിഷ് നമ്മൾ ഡെഫിനറ്റീവ് ഹോസ്റ്റ് ആയിട്ടുള്ള ഡോഗും ഹ്യൂമൻ ബീങ്സും അതായത് ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർലി കുക്കഡ് ഒന്നും അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് പറയുന്നത് ഈ ഡൈഫിലോബോത്രിയം ലാറ്റം അല്ലെങ്കിൽ ഇതിൻ്റെ അസുഖം നമുക്ക് കിട്ടുക എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ സെസ്റ്റോഡിന്റെ പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ട്രമറ്റോഡിലേക്ക് വരാം. അപ്പോൾ ട്രമറ്റോഡ് സെസ്റ്റോഡിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. കാരണം പ്ലാറ്റിഹെൽമിന്തസ് പറഞ്ഞ സെയിം ഫൈലത്തിൽ നിന്നാണ് ഈ സെസ്റ്റോഡും ട്രമറ്റോഡ്സും എടുത്തിരിക്കുന്നത്. ഇനി ട്രമറ്റോഡ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ either ഫ്ലാറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലീഫ് ലൈക്ക് ആയിരിക്കും, ഫ്ലഷി ആയിട്ട്, അതായത് എന്താ പറയുന്നത് ഇറച്ചി പോലത്തെ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് പോലെ കാണാം, അല്ലെങ്കിൽ കോണിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. അപ്പം ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ട്രമറ്റോഡ്സ് ഉണ്ട്. ബോഡി അൺസെഗ്മെന്റഡ് ആണ്, ബോഡി സെഗ്മെന്റ് ആയിട്ടില്ല. നമ്മൾ നേരത്തെ ടേപ്പ് ഫോംസ് അല്ലെങ്കിൽ സെസ്റ്റോഡ് പഠിക്കുമ്പോൾ ട്രൂ സെഗ്മെന്റേഷൻ അല്ലെങ്കിലും ഒരു സ്യൂഡോ സെഗ്മെന്റേഷൻ അവർക്ക് പ്രസന്റ് ആയിട്ടുണ്ട്. കാരണം ബോഡി ഓരോ പ്രൊഗോട്ടഡ് അല്ലെങ്കിൽ സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ട്രമറ്റോൺ സംബന്ധിച്ചും അതിന് സെഗ്മെന്റേഷൻ ഇല്ല. ഇനി ഓർഗൻസ് ഓഫ് അറ്റാച്ച്മെന്റ് സക്കേഴ്സ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സെസ്റ്റോഡ്സിന് ഓർഗൻസ് ഓഫ് അറ്റാച്ച്മെന്റ് ആയ സക്കേഴ്സ് ഉള്ള പോലെ ഇതിനകത്തും സക്കേഴ്സ് ഉണ്ട്. ആ സക്കേഴ്സ് അതിനകത്ത് മറ്റേ സെസ്റ്റോഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഹെഡിൽ സ്കോളക്സ് പാർട്ടിൽ മാത്രമാണ് സക്കേഴ്സ് ഉള്ളത്. പക്ഷെ ഇതിന്റെ സ്ട്രക്ചറിൽ സക്കേഴ്സ് ഓറൽ സക്കേഴ്സ് അല്ലെങ്കിൽ വെൻട്രൽ സക്കേഴ്സ് കാണാൻ പറ്റും. അതായത് ചില കേസിൽ ഒറ്റ സക്കേഴ്സേ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സക്കേഴ്സ് ജനറലി 2 in number. ജനറലി 2 സക്കേഴ്സ് കാണാൻ പറ്റും. ഒന്ന് ഓറൽ സക്കർ, ദാറ്റ് വിൽ ബി സറൗണ്ടിങ് ദ മൗത്തിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ഓറൽ സക്കറും, പിന്നെ താഴെയായിട്ട് വെൻട്രൽ സക്കറും കാണും. വെൻട്രൽ അറ്റ് ദി
മിഡിൽ ഓഫ് ദ ബോഡി ഓർ പോസ്റ്റീരിയർ എൻഡിൽ. അപ്പോൾ പോസ്റ്റീരിയർ എൻഡിൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ എൻഡാണ് അസറ്റാബുലം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അസറ്റാബുലത്തിൽ കാണുന്ന സക്കർ ഉണ്ടാവും, അല്ലെങ്കിൽ വെൻട്രൽ സക്കർ ഉണ്ടാവും. അപ്പം ജനറലി 2 സക്കർ ആയിരിക്കും. ഒന്ന് മൗത്തിനെ സറൗണ്ട് ചെയ്യുന്നുണ്ട് ഓറൽ സക്കർ, രണ്ടാമത് വെൻട്രൽ സക്കർ. വെൻട്രൽ സക്കർ ഏകദേശം വെൻട്രൽ പോർഷൻ എന്ന് വെച്ചാൽ ഇതും ഒരു നമ്മളെ ആന്റീരിയർ പോർഷൻ പറഞ്ഞ പോലെ ഇതാണ് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ബാക്കിലാണ് ഡോർസൽ സൈഡ് എന്ന് പറയുന്നത്, ഡോർസൽ. അപ്പോൾ അത് അനലിറ്റിക്കൽ ടേമാണ്. അപ്പോൾ വെൻട്രത്തിൽ വരുന്ന സക്കറാണ് വെൻട്രൽ അറ്റ് ദ മിഡിൽ ഓഫ് ദ ബോഡി. മിഡിലിൻ്റെ ബോഡിയായിട്ട് വെൻട്രത്തിൽ വരുന്ന സക്കറുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റീരിയർ എൻഡിൽ ഏറ്റവും അറ്റത്തായിരിക്കും വരുന്നത്. ഓക്കെ, അത് ചില ഇതിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി റിഗാർഡിങ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ നമ്മൾ നേരത്തെ സെസ്റ്റോഡിൽ നമ്മൾ പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ എലിമെൻ്ററി കനാൽ രണ്ടും ഒന്ന് തന്നെ. എലിമെൻ്ററി കനാൽ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ് സെസ്റ്റോഡിൽ. അപ്പോൾ സെസ്റ്റോഡ് എങ്ങനെയാണ് ഭക്ഷണം ചെയ്യുന്നത്? ഡിഫ്യൂഷൻ വഴി, ക്യൂട്ടിക്കിൾ വഴിയാണ്, അതിൻ്റെ സ്കിന്നിൻ്റെ ക്യൂട്ടിക്കിൾ വഴിയാണ് അത് അബ്സോർബ് ചെയ്ത് പോകുന്നത്. റിഗാർഡിങ് ട്രമറ്റോഡ്, അവർക്ക് മൗത്ത് ഉണ്ട്, മസ്കുലർ ആയിട്ടുള്ള ഫാരിങ്സ് ഉണ്ട്. ഫാരിങ്സ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ സ്ട്രക്ചേഴ്സ് നമ്മുടെ കോമൺ സ്ട്രക്ചേഴ്സാണ്, നമ്മുടെ കോമൺ പാസേജ് ഫോർ റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഈസോഫാഗസ് ഉണ്ട്. ഈസോഫാഗസ് അത് കഴിഞ്ഞ് ഫാരിങ്സ് കഴിഞ്ഞ് വരുന്നിട്ടുള്ള ഇതാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഈസോഫാഗസ് ദാറ്റ് ബൈഫർക്കേറ്റ്സ് ഇൻടു 2 intestinal ceca which end blindly. അതായത് ബൈഫർക്കേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈസോഫാഗസ് വന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. ബൈഫർക്കേറ്റ് 2ആവുക. അപ്പോൾ ഇത് ഈസോഫാഗസ് അത് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് 2 സീക്ക ആയി മാറുകയാണ്. നമുക്ക് സീക്ക ഉണ്ടല്ലോ, പിന്നെ 2 സീക്ക ആയിട്ട് മാറി. അപ്പോൾ ഇവിടെയും പിന്നെ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെയും ബാക്കി ഇൻഡസ്റ്റൈനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം ട്രമറ്റോഡ്സിനെ സംബന്ധിച്ച് എലിമെൻ്ററി കനാൽ പ്രസന്റ് ആണോ എന്ന് ചോദിച്ചാൽ പ്രസന്റ് ആണ്. എലിമെൻ്ററി കനാൽ ഇസ് പ്രസന്റ്, ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രസന്റ്. ബട്ട് കുറച്ചും കൂടെ ഒരു ഇതായിട്ട് ക്ലാരിറ്റിയിൽ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് പറയാം. ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർ എലിമെൻ്ററി കനാൽ ഈസ് പ്രസന്റ് ആയിട്ടുണ്ട് ട്രമറ്റോഡ്സിൽ, പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നോർമലി കാണേണ്ട എല്ലാ ഓർഗൻസും എല്ലാ പാർട്ടും ഇല്ല. ഇവിടെ മൗത്ത് ഉണ്ട്, അത് കഴിഞ്ഞ് താഴോട്ട് ഫാരിങ്സ് ഉണ്ട്, പിന്നെ പിന്നെ ഈസോഫാഗസ് ഉണ്ട്. ഈസോഫാഗസ് കഴിഞ്ഞിട്ട് അത് ബൈഫർക്കേറ്റ് 2ആയിട്ട് തിരിഞ്ഞിട്ട് അത് സീക്ക ആയിട്ട് മാറി. അതിൻ്റെ ഇടയ്ക്കുള്ള ബാക്കിയുള്ള ഇൻഡസ്റ്റൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ സെസ്റ്റോഡ്സിൽ എലിമെൻ്ററി കനാൽ ആബ്സെൻ്റ് ആണ്, ട്രമറ്റോഡ്സിൽ എലിമെൻ്ററി കനാൽ ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് എലിമെൻ്ററി കനാൽ ഉണ്ട്. ഇനി നെമറ്റോഡ് പഠിക്കുമ്പോൾ ദേ ഹാവ് കംപ്ലീറ്റ് എലിമെൻ്ററി കനാലുണ്ട്. ഇൻഡസ്റ്റൈനോ ബാക്കിയുള്ള പാർട്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് എലിമെൻ്ററി കനാലുണ്ട്. ഇനി റിഗാർഡിങ് ദ സെക്ഷുവാലിറ്റി, നമ്മൾ ഓൾറെഡി പറഞ്ഞ സെസ്റ്റോഡ്സിൽ എല്ലാവരും ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. അതായത് സെക്സോഡ്സിൽ എല്ലാ സെസ്റ്റോഡ്സിലും ഒരു ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മെയിലാണോ ഫീമെയിലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്, എക്സെപ്റ്റ് ഫോർ ഷിസ്റ്റോസോംസ്. ഇത് ഒരു എക്സെപ്ഷൻസ് ആണ്. ബയോളജി സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും എക്സെപ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം നോർമലി ട്രമറ്റോഡ്സ് എല്ലാം ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഡിസ്റ്റിങ്വിഷ് അല്ല. പക്ഷേ എക്സെപ്ഷൻ ഷിസ്റ്റോസോംസ് ആണ്. ഷിസ്റ്റോസോംസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രമറ്റോഡ്സ് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാമ്പിൾ ആണ്. ഇവർ ഷിസ്റ്റോസോംസിൽ സെക്സ് സെപ്പറേറ്റ് ആണ്, അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷേ ബാക്കി എല്ലാ ട്രമറ്റോഡ്സും ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. പക്ഷേ അതുകൊണ്ട് ഷിസ്റ്റോസോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഗ്രൂപ്പാണ്. ഒരു ഇമ്പോർട്ടൻസ് ഇതാണ്, എല്ലാ ട്രമറ്റോഡ്സും ഹെർമാഫ്രോഡൈറ്റ് ആണ് എക്സെപ്റ്റ് ഷിസ്റ്റോസോം. അപ്പം ഇങ്ങനെ ചോദിക്കാം, അപ്പം ഹെർമാഫ്രോഡൈറ്റ് അല്ലാത്ത യൂണിസെക്ഷൽ ആയിട്ടുള്ള ട്രമറ്റോഡിന് എക്സാമ്പിൾ പറഞ്ഞാൽ യു ഹാവ് ടു മെൻഷൻ ദി ഷിസ്റ്റോസോംസ്. ഓക്കെ, ഇനി എക്സിനെ സംബന്ധിച്ചോളം എക്സ് ആർ ഓപ്പർക്കുലേറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സെസ്റ്റോഡ് എടുക്കുക, സ്യൂഡോസിസ്റ്റോളെ കോട്ടിലോട് എടുക്കുക, ട്രമറ്റോഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ സെസ്റ്റോഡിന് ദർ ഈസ് നോ ഓപ്പർക്കുലം, സെസ്റ്റോഡിന് ഓപ്പർക്കുലം ഇല്ല. ഇനി സ്യൂഡോസിസ്റ്റോഡ് അല്ലെങ്കിൽ കോട്ടിലോടേക്ക് ഓപ്പർക്കുലമുണ്ട്. ഇനി ട്രമറ്റോഡിനും എക്സിന് ഓപ്പർക്കുലം ഉണ്ട്. ഓപ്പർക്കുലം ഇസ് നത്തിങ് ബട്ട് ഒരു മൗത്ത് പോലത്തെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. എക്സ് ഇതിൻ്റെ ഓപ്പർക്കുലേറ്റഡ് ആണ്. അപ്പോൾ ഒരു ഐഡന്റിഫിക്കേഷൻ നിങ്ങൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ വെച്ചിട്ട്. ഓക്കെ, അൺലൈക്ക് ദാറ്റ് ഓഫ് യൂസസ്റ്റോഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. യൂസസ്റ്റോഡ് പോലെയല്ല, യൂസസ്റ്റോഡിന് എന്താ ഓപ്പർക്കുലം ഇല്ല, പക്ഷേ ട്രമറ്റോഡ്സിന് ഓപ്പർക്കുലം ഉണ്ട്. അതുപോലെ തന്നെ കോട്ടിലിടയ്ക്കും ഓപ്പർക്കുലം ഉണ്ട്. ആൻഡ് റിഗാർഡിങ് ദ ലൈഫ് സൈക്കിൾ, നമ്മൾ നേരത്തെ ലൈഫ് സൈക്കിൾ ഓഫ് സെസ്റ്റോഡ് പറഞ്ഞു. സെസ്റ്റോഡിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയായിരുന്നു? അഡൽറ്റിൽ നിന്ന് നമ്മുടെ ലാർവൽ ഡിഫറെൻറ്റ് എംബ്രിയോ ഉണ്ട്, എംബ്രിയോയുടെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലാർവയാണ്. സിസ്റ്റീസർക്കോയിഡ്, ടെട്രാതൈഡിയം, സ്ട്രോബൈലോസർക്കസ്, ഹൈഡാറ്റിസിസ്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റാസെസ്റ്റോഡോ ലാർവൽ സ്റ്റേജസ് അല്ലെങ്കിൽ ബ്ലാഡർ വേംസ് ആയിരുന്നു.
ട്രമറ്റോഡിനെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ തന്നെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്തുകൊണ്ട്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ആരൊക്കെയോ വരുന്നുണ്ട്. യൂഷ്വലി ഇൻവോൾവ് സ്നെയിൽ ആസ് ദി ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ട്രമറ്റോഡ്സിൽ കൂടുതലായിട്ട് മെയിനായിട്ട് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിക്കാം. സ്നെയിൽസ് ആയിട്ടായിരിക്കും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ലാർവൽ സ്റ്റേജ് ഏതൊക്കെയാണ്? എഗ്, അതായത് എഗ് കഴിഞ്ഞ് വരുന്ന സ്റ്റേജ്. എഗ് കഴിഞ്ഞിട്ട് എന്തൊക്കെ സ്റ്റേജ് ഉണ്ടാവും? മിറാസീഡിയം, സ്പോറോസിസ്റ്റ്, റീഡിയ, സെർക്കേറിയ, മെറ്റാസെർക്കേറിയ. ഇനി അൺലൈക്ക് ദാറ്റ് ഓഫ് സെസ്റ്റോഡ് പറഞ്ഞ പോലെ അല്ലാതെ ഇതൊക്കെ സീക്വൻഷ്യൽ ലാർവൽ സ്റ്റേജ് ഇതാണ്. അതായത് ആദ്യം എഗ്, അതിനകത്തുനിന്ന് മിറാസീഡിയം, അതിനകത്തുനിന്ന് സ്പോറോസിസ്റ്റ്, അതിനകത്തുനിന്ന് റീഡിയായി, സെർക്കേറിയായി, മെറ്റാസെർക്കേറിയ. അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് ഓർഡറിൽ പോകുന്ന ലാർവൽ സ്റ്റേജ് ആണ് ട്രമറ്റോഡ്സിന്. സെസ്റ്റോഡ്സിന് അങ്ങനെ അല്ലായിരുന്നു. എംബ്രിയോ കഴിഞ്ഞിട്ട് ഓരോന്നും വേറെ വേറെ ആയിട്ട് മാറി. ഒന്ന് സിസ്റ്റിസെർക്കസ് മാറി, അത് വേറെ ഏതെങ്കിലും അതിൻ്റെ പർട്ടിക്കുലർ അഡൽറ്റ് ആവും. സിസ്റ്റിസെർക്കോയിഡ് അത് അങ്ങനെ വരും. പക്ഷേ ഇത് സീക്വൻസ് ആണ്. എഗ് മാറി മിറാസീഡിയായി, പിന്നെ സ്പോറോസിസ്റ്റായി, റീഡിയ, സെർക്കേറിയ, മെറ്റാസെർക്കേറിയ, അങ്ങനെ പോകുന്നതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ജനറൽ, ഇതിൻ്റെ രസമാണ് ഇങ്ങനെ കഥ പോലെ പഠിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എഗ്ഗ് എപ്പോഴും ആ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എഗ്ഗ് റിലീസ് ചെയ്യും. നമ്മുടെ ആ ഒരു ഡെഫിനിറ്റീവ് ഹോസ്റ്റിൻ്റെ ബോഡിയിൽ നിന്ന് എഗ്ഗ് റിലീസ് ചെയ്യും. ഈ എഗ്ഗ് റിലീസ് കഴിഞ്ഞിട്ട് എഗ്ഗ് പുറത്തോട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഒരു വാട്ടർ ലോഡ്ജിൽ, കാരണം സ്നെയിലാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വാട്ടർ ലോഡ്ജിൽ കണ്ടീഷനിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഈ എഗ്ഗ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗ് എവിടെ വെച്ച് ഹാച്ച് ചെയ്യും? വാട്ടറിന്റെ ആ പരിസരത്തിൽ, വാട്ടറിനകത്തോലെ വാട്ടറിന്റെ പരിസരത്തിൽ എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് എഗ്ഗിൽ നിന്നുണ്ടാകുന്ന ഫസ്റ്റ് ലാർവ സ്റ്റേജ് ആണ് ഈ ഓർഡറിലാട്ടോ മിറാസീഡിയം വരുന്നത്. അപ്പോൾ മിറാസീഡിയം എഗ്ഗിൽ നിന്ന് പുറത്തോട്ട് വരും, വിച്ച് സ്വിംസ് ഇൻ വാട്ടർ. മിറാസീഡിയം ആ വാട്ടറിൽ ഇങ്ങനെ സ്വിം ചെയ്ത് നടക്കും. അപ്പോൾ സ്വിം ചെയ്ത് നടക്കാൻ ആ സ്വിം ചെയ്യാനുള്ള ഏതെങ്കിലും സ്ട്രക്ചേഴ്സ് വേണം. അപ്പം മിറാസീഡിയത്തിന് സിലിയ ഉണ്ട്. മിറാസീഡിയത്തിന് നമ്മൾ മറ്റേ ഇതിൻ്റെ എംബ്രിയോ പറഞ്ഞ പോലെ, സ്യൂഡോസിസ്റ്റോടെ കോട്ടിലോടെ എംബ്രിയോ പറഞ്ഞ പോലെ മിറാസീഡിയത്തിന് സിലിയ ഉണ്ട്. അപ്പം സിലിയ ഉള്ളതുകൊണ്ട് ആ വാട്ടറിൽ കൂടെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് അതുപോലെ തന്നെ പെനിട്രേറ്റിംഗ് ഗ്ലാൻസും ഉണ്ട്. സിലിയക്ക് മിറാസീഡിയത്തിന് പെനിട്രേറ്റിംഗ് ഗ്ലാൻസ് ഉണ്ട്. അതായത് അടുത്ത ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിന്റെ അകത്തോട്ട് ഊഴ്ന്ന് കയറാനുള്ള പെനിട്രേറ്റിംഗ് ഗ്ലാൻസ്. പെനിട്രേറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് ചൂഴ്ന്ന് കയറുക എന്ന് തന്നെ അർത്ഥം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ആക്ച്വലി കുറച്ച് നേരത്തെ ഒരു 24 hour വരെ എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് പുറത്ത് വരുന്ന അതിന് ഐസ് കാണും. അപ്പം അതായത് 24 hour വരെ ഇത് സ്വിം ചെയ്തിട്ട് നടക്കും. ഓക്കെ, അതിനു മുമ്പ് ഒരു സ്നെയിലിനെ കണ്ടു കിട്ടുവാണെങ്കിൽ ആ സിലിയൊക്കെ കളഞ്ഞിട്ട് അത് നേരെ പെനിട്രേറ്റ് ചെയ്തിട്ട് ആ സ്നെയിലിൻ്റെ അകത്തോട്ട് കയറും. ഇനി അതും കഴിഞ്ഞിട്ടും കുറേ നാൾ കണ്ടില്ലെങ്കിൽ അത് പിന്നെ അത് ഡിസ്ട്രോയ്ഡ് ആയി പോകും. ഓക്കെ, അപ്പം സ്നെയിലിൻ്റെ അകത്ത് കയറാനായിട്ട് ഇതിന് പെനിട്രേറ്റിംഗ് ആളുണ്ട്. അപ്പോൾ സ്നെയിലിനെ കാണുന്ന സമയത്ത് അതിൻ്റെ സിലിയൊക്കെ മാറ്റിയിട്ട് ഇത് പെനിട്രേറ്റിംഗ് ഗ്ലാൻഡ് ഉപയോഗിച്ചിട്ട് സ്നെയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൻ്റെ അകത്ത് കയറി. അപ്പം എഗ്ഗ് ഹാച്ച് ചെയ്തു, മിറാസീഡിയം ട്രാവൽ ചെയ്ത് പോയി, മിറാസീഡിയം സ്നെയിലിൻ്റെ അകത്ത് കയറി. ഇനി ബാക്കിയുള്ള സ്റ്റേജസ് സ്പോറോസിസ്റ്റ്, റീഡിയ, ഇതൊക്കെ എന്തായിരിക്കും? സ്നെയിലിൻ്റെ അകത്ത് തന്നെയാണ്. ഇൻസൈഡ് ദ സ്നെയിൽ ബോഡി മിറാസീഡിയം ഡെവലപ്സ് ഇൻ ടു സബ്സിക്വൻറ്റ് സ്റ്റേജസ്. തുറന്നുള്ള സ്റ്റേജസ് ആയിട്ടുള്ള സ്പോറോസിസ്റ്റ്, റീഡിയ ആൻഡ് സെർക്കേറിയ, ഇതൊക്കെ ഉണ്ടായത് സ്നെയിലിൻ്റെ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൻ്റെ അകത്ത് വെച്ച് തന്നെയാണ് ഇതുണ്ടായിരിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ബാക്കിയുള്ള സബ്സിക്വൻറ്റ് സ്പോറോസിസ്റ്റ്, റീഡിയ, സെർക്കേറിയ അങ്ങനെയൊക്കെ ഉണ്ടായി. ഇനി എന്ത് ചെയ്യും? ഈ സർക്കേറിയ വരെ ഉണ്ടായിട്ട് ഇനി സർക്കേറിയ കംസ് ഔട്ട് ഓഫ് ദി സ്റ്റേജ്. സർക്കേറിയ സ്നെയിലിൻ്റെ ഇതിന്ന് പുറത്ത് വരാം. അപ്പോൾ സർക്കേറിയക്ക് ഈ പറയുന്ന പോലെ പിയേഴ്സിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണാം, സ്നെയിലിൻ്റെ അകത്തുനിന്ന് അതിന് പുറത്ത് വരണ്ടേ. സർക്കേറിയ പുറത്തോട്ട് വന്നിട്ട് ദാറ്റ് വിൽ ബി എൻസിസ്റ്റിംഗ് ആസ് മെറ്റാസെർക്കേറിയ ഓൺ വെജിറ്റേഷൻ നിയർ പോണ്ട് ആൻഡ് വാട്ടർ ബോഡീസ്. അപ്പോൾ നമ്മുടെ ഈ കുളത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ കുറേ വെജിറ്റേഷൻസ്, ഇങ്ങനെ പുല്ലുകളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണില്ലേ. അപ്പം സർക്കേറിയ പുറത്തോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? സർക്കേറിയ ഈ പുല്ലിൻ്റെ അവിടെ കയറിയിട്ട് എൻസിസ്റ്റ് ചെയ്യും. അതായത് അതിന് പുറത്തൊരു ആവരണം ഉണ്ടാക്കും, സിസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ എൻസിസ്റ്റ് ചെയ്തിട്ട് ഇരിക്കും. ആ എൻസിസ്റ്റഡ് ഫോം ഓഫ് സർക്കേറിയനെയാണ് നമ്മൾ പറയുക മെറ്റാസെർക്കേറിയ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സർക്കേറിയ ഈ കുളത്തിൻ്റെ അടുത്തുള്ള, അതാണ് ഈ കുളത്തിൻ്റെ അടുത്തുള്ള നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറേ ആംഫിസ്റ്റോംസ് എന്ന് പറയുന്ന ട്രമറ്റോഡ്സ് ഉണ്ട്. ആംഫിസ്റ്റോംസ് നമ്മൾ മലയാളത്തിലൊക്കെ ഞാൻ ആലപ്പുഴ നേറ്റീവാണ്. അപ്പോൾ അവിടെയൊക്കെ പണ്ടപ്പുഴു എന്നൊക്കെ പറയാം. അതായത് ഈ റൂമൻ റെട്ടിക്കുല, ഇതിൻ്റെ സ്റ്റൊമക് സ്ട്രക്ചേഴ്സിൽ റൂമനിലെ റെട്ടിക്കുലത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന വരകളുണ്ട്, പണ്ടപ്പുഴു എന്നൊക്കെ പറയാം.
അപ്പോൾ അത് കൂടുതൽ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി അതിൻ്റെ ലക്ഷണമൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും ഈ പശുവിനെയൊക്കെ എവിടെയാണ് കെട്ടിയിരുന്നത്. അപ്പോൾ അവർ പറയും ചിലപ്പം ഇളമ്പുല്ലുള്ള സ്ഥലം നോക്കിയിട്ട് പറയുന്ന ഏതെങ്കിലും തോട്ടിലോ അതിൻ്റെയൊക്കെ സൈഡിൽ പാടത്തെങ്കിലും കെട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ചാൻസ് അവിടെ ഓൾറെഡി സ്നെയിലും ഉണ്ട്, അതായത് ഒച്ചുമുണ്ട്. അപ്പോൾ ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് കൂടുതലും ആ ഒരു രീതിയിൽ അവിടെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന പശുക്കളിലോ എരുമകളിലോ പോത്തുകളിലോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് സർക്കേറിയ നേരെ ഇൻസിസ്റ്റ് ചെയ്തിട്ട് സിസ്റ്റ് പോലെ ഫോം ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് എന്തായി മെറ്റാസർക്കേറിയ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫൈനൽ ഹോസ്റ്റ്, ആ ഡെഫിനിറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള ഈ ക്യാറ്റിൽ പശുക്കളും അവരൊക്കെ എന്ത് ചെയ്യുക, അവർ ദേ ഗെറ്റ്സ് ഇൻഫെക്ഷൻ ബൈ ഇൻജസ്റ്റിംഗ് ദി മെറ്റാസർക്കേറിയ ഓൺ ദി വെജിറ്റേഷൻ. ഈ വെജിറ്റേഷനിൽ ഉണ്ടായിരുന്ന മെറ്റാസർക്കേറിയ ഉണ്ട്. അപ്പം അടുത്ത കൊല്ല പുല്ലൊക്കെ കഴിക്കാനായിട്ടുള്ള പശുക്കളും അതുപോലെ എരുമകളും വരുമ്പോൾ അവർ അത് കഴിക്കുന്നതിലൂടെയാണ് ഇവർക്ക് അസുഖം വരിക. സോ അപ്പോൾ അതിൻ്റെ now the question is therefore the general infective stage of trematode is metacercaria. അതായത് ജനറൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ്, ഇപ്പോൾ ലൈഫ് സൈക്കിളിൽ കുറേ സ്റ്റേജസ് ഉണ്ട്, മിറാസീഡിയം, സ്പോറോസിസ്, റീഡിയ, സർക്കേറിയ, മെറ്റാസർക്കേറിയ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ട്രെമറ്റോഡിൻ്റെ ലൈഫ് സൈക്കിളിലെ ജനറൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിക്കാം. സോ മെറ്റാസർക്കേറിയ ആണ്, അത് എൻസിസ്റ്റഡ് സെർക്കേറിയ അല്ലെ മെറ്റാസർക്കേറിയ ആണ് ജനറൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് മെറ്റാസർക്കേറിയ. നമ്മൾ സെസ്റ്റോഡിൻ്റെ ഇതിൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബ്ലാഡർ വോംസ് അല്ലെങ്കിൽ മെറ്റാസിസ്റ്റോഡ് സ്റ്റേജ്, അത് ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്കലി മെറ്റാസർക്കേറിയ ആണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. മെറ്റാസർക്കേറിയ ഉള്ള വെജിറ്റേഷൻ അല്ലെങ്കിൽ പുല്ലൊക്കെ കഴിക്കുന്നതിലൂടെയാണ് ഈ പറയുന്ന പശുക്കൾക്കോ അല്ലെങ്കിൽ ഫൈനൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആയിട്ടുള്ള പശുക്കൾക്കൊക്കെ അസുഖം സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ജനറലി ഫസ്റ്റ് ഒരു ഒറ്റ ഹോസ്റ്റേ ആകത്തുള്ളൂ, സ്നെയിൽ. ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് സ്നെയിൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ചില പാരസൈറ്റ്സ്, ചില ട്രമറ്റോഡ്സിൽ ദർ ഈസ് സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് കാണും. അതായത് പാരഗോണിമസ് വെസ്റ്റർമാണി, അതായത് ഒരു ലങ് ഫ്ലൂക്കാണ്, ലങ്ങിലെ ബാധിക്കുന്ന ഫ്ലൂക്കാണ്. അതിൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർക്കേറിയ എൻസിസ്റ്റാസ് മെറ്റാസർക്കേറിയ ഇൻ എ സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ലൈക്ക് ക്രാബ് ആൻഡ് ദ ഫൈനൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഇൻഫെക്ഷൻ ബൈ ഇൻജക്ഷൻ ഓഫ് ദി സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. അതായത് ചില സമയത്ത് നമ്മൾ വെജിറ്റേഷനിൽ ഇൻസിസ്റ്റ് ചെയ്യുന്ന പകരം സെർക്കേറിയ ഒരു സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്. സെർക്കേറിയക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കുത്തുന്ന പെനിട്രേറ്റിംഗ് ഗ്ലാൻസ്, മറ്റേ മിറാസീഡിയത്തിനുള്ള പോലെ പെനിട്രേറ്റിംഗ് ഗ്ലാൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണല്ലോ ആദ്യത്തെ സ്റ്റേജിൽ അത് പുറത്തു വരുന്നത്, ഡെവലപ്മെൻറ്റ് സ്നെയിലിൻ്റെ ശരീരത്തിൽ നിന്ന്. എന്നിട്ട് വന്നിട്ട് ഒരു സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ക്രാബ് അല്ലെങ്കിൽ ക്രേ ഫിഷ്, ഞണ്ട് പോലെ അങ്ങനത്തെ ടൈപ്പ് ഫിഷസിൻ്റെ അകത്തേക്ക് ഇത് സെർക്കേറിയ പെനിട്രേറ്റ് ചെയ്ത് അകത്ത് കയറും. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഇൻസിസ്റ്റ് ചെയ്തിട്ട് ബാക്കി മെറ്റാസർക്കേറിയ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റിന് ഇൻഫെക്ഷൻ കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഫൈനൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ്, അതായത് പല പാരഗോണിമസിൻ്റെ ഫൈനൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഡോഗാണ്. ഡോഗിനെ അഫക്റ്റ് ചെയ്യുന്ന ലങ് വോംസ്, ലങ് ഫ്ലോക്സ് ആണ് എന്ത് പറയാം പാരഗോണിമസ് വെസ്റ്റർമാണി എന്നത്. അപ്പോൾ ഡോഗിന് അത് ഫൈനൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റിന് എങ്ങനെയാണ് കിട്ടുന്നത്? സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റിനെ കഴിക്കുന്നതുകൊണ്ടാണ്. കാരണം സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റാണ് ഇപ്പം ഇൻഫെക്റ്റീവ് സ്റ്റേജുള്ള മെറ്റാസർക്കേറിയ ഉള്ള. അപ്പോൾ സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായ ക്രാബ് അല്ലെങ്കിൽ ഇതിനെ കഴിക്കുന്നത് കൊണ്ടാണ് ഡോഗിന് ഇൻഫെക്ഷൻ കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്ലൂക്സ് ലൈക്ക് പ്രോസ്റ്റഗോണിമസ് പെല്യൂസിഡസ്, പാരഗോണിമസ് പോലെ തന്നെ പ്രോസ്റ്റഗോണിമസ് പെല്യൂസിഡസ് ഇത് ഓവിഡക്ട് ഫ്ലൂക്കാണ്. ചിക്കനിൽ ഓവിഡക്റ്റിനെ ബാധിക്കുന്നത്. ഓവിഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അണ്ടം, അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂക്കാണ് പ്രോസ്റ്റഗോണിമസ് പെല്യൂസിഡ് എന്ന് പറയുന്നത്. അതിനകത്ത് സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഡ്രാഗൺ ഫ്ലൈ നയാഡ്സ് ആയിരിക്കും. ഡ്രാഗൺ ഫ്ലൈ നയാഡ്സ് എന്ന് വെച്ചാൽ, ഡ്രാഗൺ ഫ്ലൈ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കാണുന്ന തുമ്പിയുടെ ലാർവൽ സ്റ്റേജ് അല്ലെങ്കിൽ യങ് വൺ സ്റ്റേജിനാണ് നയാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ നയാഡ്സ് ആയിരിക്കും ഈ പ്രോസ്റ്റഗോണിമസ് പെല്യൂസിഡസിൻ്റെ സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നോർമലി ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ട് സ്നെയിലേ കാണത്തുള്ളൂ. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് പാരഗോണിമസ് വെസ്റ്റർമാണി. പാരഗോണിമസ് വെസ്റ്റർമാണി എന്ന് പറയുന്നത് ലങ് ഫ്ലൂക്കാണ്. ട്രമറ്റോഡ്സിന് നമ്മൾ ഫ്ലൂക്ക് എന്നും പറയും. അത് ഞാൻ നേരം പറഞ്ഞില്ലെന്നോ, ട്രമറ്റോഡ്സിന് നമ്മൾ ഫ്ലൂക്സ് എന്നും കൂടെ പറയും, ഫ്ലൂക്സ് എന്നും പറയും. അപ്പം ലങ് ഫ്ലൂക്സിന്റെ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഓൾറെഡി സ്നെയിലാണ്. സെക്കൻഡ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ക്രാബ് ഓർ ക്രേഫിഷ് ആണ്. അതുപോലെ തന്നെ പ്രോസ്റ്റഗോണിമസ് പെല്യൂസിഡസ് ഓർ ഓവിഡക്ട് ഫ്ലൂക്ക് ഓഫ് ചിക്കൻ. ഇത് ഇമ്പോർട്ടൻ്റ് ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് ദി മോസ്റ്റ് പത്തോജനിക് ട്രമറ്റോഡ് ഓഫ് പോൾട്രി. മോസ്റ്റ് പത്തോജനിക് ട്രമറ്റോഡ് ഓഫ് പോൾട്രി, അതായത് പോൾട്രിയിൽ അല്ലാതെ കോഴികളിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഏറ്റവും സിവിയർ അസുഖം കൊടുക്കുന്ന ട്രമറ്റോഡാണ് പ്രോസ്റ്റഗോണിമസ് പെല്യൂസിഡസ്.
അതുപോലെ തന്നെ പോൾട്രിയിലെ മോസ്റ്റ് പത്തോജനിക് സെസ്റ്റോഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡെവീനിയ പ്രൊഗ്ലോട്ടീന. നേരത്തെ സെസ്റ്റോഡ്സ് പറഞ്ഞപ്പോൾ ഡെവീനിയ പ്രൊഗ്ലോട്ടീന മോസ്റ്റ് പത്തോജനിക്. ഇനി ഷിസ്റ്റോസോംസിന് ഓൾറെഡി നമ്മളൊരു എക്സെപ്ഷൻ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു? ട്രെമറ്റോഡ്സിൽ ഹെർമാഫ്രോഡൈറ്റ് അല്ലാത്തൊരു ഗ്രൂപ്പ്, സെക്സ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഷിസ്റ്റോസോംസിനെ സംബന്ധിച്ചിടത്തോളം സർക്കേറിയ ഡയറക്ട്ലി പെനിട്രേറ്റ് ദ സ്കിൻ ഓഫ് ദി ഡെഫിനിറ്റീവ് ഹോസ്റ്റ് when the host drinks water, so the infective stage is cercaria. അപ്പോൾ നമ്മൾ നോർമലി പറഞ്ഞത് മെറ്റാസെർക്കേറിയ ആണ് ജനറൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ട്രെമറ്റോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഷിസ്റ്റോസോംസിന്റെ കേസിൽ ഇവർ ഇൻസിസ്റ്റഡ് ആയിട്ട് മെറ്റാസെർക്കേറിയ ആകുന്നതിന് മുമ്പ് തന്നെ സെർക്കേറിയ തന്നെ സ്കിന്ന് വഴി, ഓൾറെഡി ഞാൻ പറഞ്ഞു സെർക്കേറിയക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പെനിട്രേറ്റിംഗ് ഗ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സെർക്കേറിയ ഡയറക്റ്റ് ഹോസ്റ്റ് വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് അതിൻ്റെ സ്കിന്ന് വഴി ഡയറക്റ്റ് പെനിട്രേഷൻ വഴി അകത്ത് കയറും. ഓക്കെ, സോ ഷിസ്റ്റോസോംസിന്റെ രണ്ടാമത്തെ എക്സെപ്ഷൻ, ഷിസ്റ്റോസോംസ് ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ എക്സെപ്ഷൻ, ജനറലി ട്രെമറ്റോഡ്സിൽ മെറ്റാസെർക്കേറിയ ആണ് ഇൻഫെക്റ്റീവ് സ്റ്റേജ്. പക്ഷേ ഷിസ്റ്റോസോംസിന്റെ കേസിൽ സെർക്കേറിയ ആയിരിക്കും ഇൻഫെക്റ്റീവ് സ്റ്റേജ്. ബിക്കോസ് സെർക്കേറിയ അത് ഉദ്ദേശിക്കുന്നത് സെർക്കേറിയക്ക് ആ പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ സ്കിന്ന് വഴി പെനിട്രേറ്റ് ചെയ്ത് അകത്ത് കയറും. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ഈ സ്വിമ്മേഴ്സ് ഇച്ച് എന്നൊക്കെ അസുഖം ഉണ്ടാക്കുന്നു. സ്വിമ്മേഴ്സ് ഇച്ച്, ഓക്കെ, സ്വിമ്മേഴ്സ് ഇച്ച് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്നുണ്ട് ഈ ഷിസ്റ്റോസോംസ്. കാരണം നമ്മൾ ഈ വാട്ടർ ബോഡീസിലും സ്വിമ്മിംഗ് പൂൾസിലും ഒക്കെ ഇതുപോലെ തന്നെ സെർക്കേറിയ ഇരുന്നിട്ട് നമ്മൾ നീന്തുന്ന ആൾക്കാരിൽ പെനിട്രേറ്റ് ചെയ്ത് കുറേ സ്കിൻ ലീഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ഷിസ്റ്റോസോംസിന്. സോ ഇറ്റ് വിൽ ബി കോസിങ് സ്വിമ്മേഴ്സ് ഇച്ച്. ഓക്കെ ഡിഫറൻസ്. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ്. അപ്പോൾ എഗ്ഗായി, പിന്നെ മിറാസീഡിയ. അപ്പോൾ മിറാസീഡിയ മൂവിങ് ആണ്, കണ്ടില്ലേ, സീലിയ ഉണ്ട്, മിറാസീഡിയം കഴിഞ്ഞ് സ്പോറോസിസ്റ്റായി. ഈ സ്പോറോസിസ്റ്റ് ഇതൊക്കെ റീഡിയ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സ്പോറോസിസ്റ്റ് റീഡിയൊക്കെ അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റിൽ സ്നെയിലായിരിക്കും വരുന്നത്. പിന്നെ സെർക്കേറിയം വന്നു. പിന്നെ ഇത് ആക്ച്വലി കണ്ടോ, അഡൽട്ട് എന്ന് കാണിച്ചിട്ട് ദിസ് ഈസ് എ സിമ്പിൾ ഓഫ് ഫീമെയിൽ ആൻഡ് ദിസ് ഇസ് എ സിമ്പിൾ ഓഫ് മെയിൽസ്. അപ്പോൾ ഇവിടെ കാണിച്ചത് മെയിലും ഫീമെയിലും ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ ഫിഗർ ആയിരിക്കും എന്ന് ഊഹിക്കാവോ? മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇത് ഷിസ്റ്റോസോമിൻ്റെ ഫിഗർ ആയിരിക്കും. കാരണം ഷിസ്റ്റോസോമിലാണ് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഷിസ്റ്റോസോമിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജനറൽ മോർഫോളജിയാണ് പറയുന്നത്. ഒരു ഫാഷിയോള എക്സാമ്പിൾ ആയിട്ട്, ഫാഷിയോള ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് ട്രെമറ്റോഡിന് ഫാഷിയോള എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫാഷിയോള മെയിനായിട്ട് അഫക്ട് ചെയ്യുന്നത് സ്മോൾ റൂമിനൻസ്, അതായത് ഷീപ്പ് ആൻഡ് ഗോട്ട്, അതുപോലെ പശുവിനെ ബാധിക്കും. അപ്പോൾ അതിനകത്ത് അഡൽട്ട് ഫാഷിയോള ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫീസസിൽ കൂടെ അതിൻ്റെ എഗ്ഗ് പുറത്ത് വരും. ഓക്കെ, അതിൻ്റെ എഗ്ഗ് പുറത്ത് വന്നിട്ട് ഓൾറെഡി പറഞ്ഞ മിറാസീഡിയം ഉണ്ട്, സിലിയേറ്റഡ് മിറാസീഡിയം ഉണ്ട്. അത് ആരുടെ ശരീരത്തിൽ കയറി? ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള സ്നെയിലിൻ്റെ ശരീരത്തിൽ കയറി. അപ്പോൾ സ്നെയിലിൻ്റെ ശരീരത്താണ് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ, അതായത് സ്പോറോസിസ്റ്റ് ഉണ്ടായി, റീഡിയോ ഉണ്ടായി, അതെടുത്ത് സെർക്കേറിയ പുറത്ത് വന്നു. സെർക്കേറിയ പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു? അടുത്തുള്ള വെജിറ്റേഷൻ, ആ വെള്ളത്തിൻ്റെ അടുത്തുള്ള വെജിറ്റേഷൻ സെർക്കേറിയ വന്നു, എൻസിസ്റ്റഡായി. മെറ്റാസെർക്കേറിയ എന്ത് ചെയ്യും? എൻസിസ്റ്റഡ് മെറ്റാസെർക്കേറിയ ആര് ഇൻജസ്റ്റ് ചെയ്യും? അവിടെ പുല്ല് കഴിക്കാൻ വരുന്ന ബാക്കി ഷീപ്പിനനുസരിച്ച് അതിനെ അങ്ങനെ അസുഖം ബാധിക്കും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ട്രെമറ്റോഡ് പാരസൈറ്റ്സ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഒന്ന് ആംഫിസ്റ്റോംസ് ആണ്. ആംഫിസ്റ്റോംസ് അല്ലെങ്കിൽ റൂമൻ ഫ്ലൂക്സ് എന്ന് പറയും. അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പണ്ടപ്പുഴു എന്ന് പറയുന്ന, അതായത് ഇതിൻ്റെ നമ്മൾ ഈ പാർട്സ്, നമ്മൾ ചിക്കൻ അതുപോലെ കഴിക്കുന്ന പോലെ ഇതിൻ്റെ പാർട്സ് കഴിക്കുമല്ലോ. അപ്പോൾ അതായത് മെയിനായിട്ട് റൂമൻ, റെട്ടിക്കുലം അങ്ങനെയുള്ള സ്റ്റൊമക് പാർട്സ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ ആ റൂമനിൽ മെയിനായിട്ട് കാണുന്ന റൂമൻ നത്തിങ് ബട്ട് നമുക്ക് ആ മെയിനായിട്ട് ഈ റുമിനൻസ് പഠിക്കുന്ന സമയത്ത് ഈ ക്യാറ്റിൽ, ഇപ്പം നിങ്ങൾ ക്യാറ്റിൽ അതുപോലെ പശു, ആട്, ചെമ്മരിയാട്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരീരത്തിൽ 4 ചേമ്പേഴ്സ് ഉണ്ട് സ്റ്റൊമക്കിന്. അതിനകത്ത് റൂമൻ, റെട്ടിക്കുലം, ഒമാസം, അബോമാസം. അതിനകത്ത് റൂമൻ ഒക്കെ കാണുന്ന ഇതിലാണ്, റൂമനിൽ കാണുന്ന ഫ്ലൂക്സിനെയാണ് റൂമൻ ഫ്ലൂക്സ് അല്ലെ ആംഫിസ്റ്റോംസ് എന്ന് പറയാം. ഷീപ്പ് ആൻഡ് ഗോട്ടിൻ്റെയൊക്കെ റൂമനിൽ കാണും. ഓക്കെ, അവരുടെ എക്സാമ്പിളായിട്ട് വരുന്ന പാരാംഫിസ്റ്റോമസ് സെർവി, ഗ്യാസ്ട്രോതെലസ് ക്രൂമിനിഫർ, അതൊക്കെയാണ്. ഇനി ഫാഷിയോള ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചത് ലിവർ ഫ്ലൂക്സ് ആണ്. അവർ ലിവറിലെയും ബൈൽ ഡക്റ്റിനെയൊക്കെ അഫക്ട് ചെയ്യുന്നതുകൊണ്ട് ഫാഷിയോള, ലിവർ ഫ്ലൂ. അപ്പോൾ ഈ കോമൺ നെയിംസ് അറിഞ്ഞിരിക്കണം. ആംഫിസ്റ്റോമസ് എന്ന് വെച്ചാൽ റൂമൻ ഫ്ലൂക്ക് ആണ്, ഫാഷിയോള എന്ന് വെച്ചാൽ റിവർ ഫ്ലൂക്ക് ആണ്, നേരത്തെ പറഞ്ഞ പാരഗോണിമസ് എന്ന് വെച്ചാൽ ലങ് ഫ്ലൂക്ക് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന ട്രോമാറ്റിക് ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ ഹൈപ്പർപാസിക് കൊളഞ്ചൈറ്റിസ്, അപ്പം അങ്ങനത്തെ അത്രയും ഇത് വേണ്ട. അത് കൂടുതൽ ഇതിൻ്റെ ക്രോണിക് സ്റ്റേജ് വരുന്ന സമയത്ത്, ക്രോണിക് സ്റ്റേജും അക്യൂട്ട് സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു ഓർഗാനിസം നമ്മുടെ ഒരു പത്തോജനകത്ത് കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന, അതാണ് അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്.
ക്രോണിക് സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം ക്രോണിക് അത് കുറേ നാളായിട്ട് അത് ഇരുന്നാൽ ലിവർ ഭയങ്കര ഫൈബ്രോസ് ഒക്കെ എന്ന് വെച്ചാൽ സിറോസ് പോലെ കട്ടിയാവും. അപ്പോൾ ഈ ലിവർ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇത് നൈഫ് വെച്ച് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു കണ്ടീഷനാണ് ക്ലേ പൈപ്പ് ലിവർ എന്ന് പറയുന്നത്. അതായത് ഭയങ്കര ലിവർ ഭയങ്കര കട്ടിയായിട്ടിരുന്നിട്ട് കട്ട് ചെയ്യാൻ ഭയങ്കര പാട്. സോ അത് ഫാഷ്യോള ഉണ്ടാക്കുന്നതാണ്. ടോട്ടലി ഫാഷ്യോള ഹെപ്പാറ്റിക്ക, ഫാഷ്യോള ജൈജാൻറ്റിക്ക, മെയിൻലി 2 സ്പീഷീസ് ആണുള്ളത്. ഇന്ത്യയിൽ കാണുന്നത് ഫാഷ്യോള ജൈജാൻറ്റിക്കയാണ്. ഓക്കെ, പിന്നെ അടുത്ത സ്പീഷീസ് ഷിസ്റ്റോസോമ. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. 2 ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറഞ്ഞു. ഒന്ന് ട്രമറ്റോഡ്സിൽ ഹെർമാഫ്രോഡൈറ്റ്സ് അല്ലാത്ത സ്പീഷീസ്. 2 സെർക്കേറിയാണ് ഇൻഫെക്റ്റിസേജ്. ബാക്കിയുള്ള ട്രമറ്റോഡ്സിൽ മെറ്റാ സെർക്കേറിയാണ് ഇൻഫെക്റ്റിസേജ്, ഷിസ്റ്റോസോംസിൽ സെർക്കേറിയാണ്. ബ്ലഡ് ഫ്ലൂക്സ് എന്നാണ് പറയുന്നത്. കാരണം അവർ മെയിനായിട്ട് വെയിൻസും ആർട്ടറീസിലൊക്കെ ആണ് ഇത് കാണുന്നത്. കാരണം അവർക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ അവർക്ക് ബ്ലഡിലോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവർ ലോങ് ആൻഡ് സ്ലെൻഡർ ഫ്ലൂക്സ് ആണ്. ഓറൽ ആൻഡ് വെൻട്രൽ സെക്കർ ഉണ്ട്. സെക്സസ് സെപ്പറേറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫീമെയിൽസ് ബീങ് ലോഡ്ജ് ഇൻ വെൻട്രൽ ഗ്രൂവ് ഓഫ് മെയിൽസ് കോൾഡ് ഗൈനക്കോഫോറിക് കനാൽ ഡ്യൂറിങ് കോപ്പുലേഷൻ. അപ്പോൾ ഇവിടെ ഫീമെയിൽസ് എവിടെയാണ് കോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ആ സെക്ഷൽ കോൺടാക്റ്റിൻ്റെ സമയത്ത് ഫീമെയിൽസിൽ മെയിൽസിൻ്റെ ഗൈനക്കോഫോറിക് കനാൽ. അപ്പോൾ മെയിൽസിലാണ് ഗൈനക്കോഫോറിക് കനാലുള്ള. ആ മെയിൽസിൻ്റെ ഗൈനക്കോഫോറിക് കനാലിലാണ് ഫീമെയിൽസ് ഇരിക്കുന്നത് കോപ്പുലേഷൻ്റെ സമയത്ത്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് സെക്സ് ആണ് ഷിസ്റ്റോസോംസിൽ. ഇവരാണ് സ്വിമ്മേഴ്സ് ഇച്ച് കോസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സർക്കേറിയ പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. ദെൻ പാരഗോണിമസ് വെസ്റ്റർമാനിയസ് അനദർ ട്രമറ്റോഡ് ജനറലി നോൺ ആസ് ദി ലങ് ഫ്ലൂക്ക് ഓഫ് ഡോഗ്. ഡോഗ്, മാൻ, ടൈഗറിലൊക്കെ ലങ് ഫ്ലൂക്ക് അല്ലെ ലങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അവർ ലങ്ങിലും ഒക്കെ എഫക്റ്റ് ചെയ്തിട്ട് സ്പ്യൂട്ടം വഴി, അതായത് കബമൊക്കെ വഴിയാണ് അതിൻ്റെ എക്സ് പുറത്തു പോകുന്നത്. ഓക്കെ.